പദ്ധതിക്കായി വീണ്ടും കേരളം. മുഖ്യമന്ത്രി ഇന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ കാണും. നാളെ നിതിൻ ഗഡ്കരിയുമായും കൂടിക്കാഴ്ച. ദേശീയപാതാ വിഷയം ഉന്നയിക്കും. ദേശീയപാത നിർമ്മാണത്തിനായി മണ്ണെടുക്കുന്നതിനെതിരെ നാട്ടുകാർ. കാസർഗോഡ് ചാരിങ്കാലിൽ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെ പ്രതിഷേധം. സംഭവം വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഇത്ര വിഷമം ഇത് അനുഭവിക്കുന്ന നാട്ടുകാർക്ക് എത്ര വിഷമം ഉദ്യോഗസ്ഥന്മാരെ അല്ലാണ്ട് വന്നവരോട് വെറുതെ IPL കിരീടത്തിന്റെ പുതിയ അവകാശികളെ ഇന്നറിയാം. 18ാം സീസണിൽ കലാശ പോരാട്ടം. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ കിങ്സ് 11 പഞ്ചാബിനെ നേരിടും. മത്സരം 7:30 അഹമ്മദാബാദിൽ. കോവിഡ് രോഗബാധിതരുടെ എണ്ണം കുത്തനെ വർദ്ധിക്കുന്നതിനിടെ മാർഗനിർദ്ദേശങ്ങളുമായി സംസ്ഥാന സർക്കാർ. രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടവർ കോവിഡ് പരിശോധന നടത്തണമെന്നാണ് നിർദ്ദേശം. ആശുപത്രികളിൽ രോഗികളും കൂട്ടിരിപ്പുകാരും ആരോഗ്യ ജീവനക്കാരും നിർബന്ധമായും മാസ്ക് ധരിക്കണം. സന്ദർശകർക്ക് നിയന്ത്രണവും വേണം. പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ഉപയോഗം പ്രോത്സാഹിപ്പിക്കണമെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. VV അരുണാണ് ആദ്യം നമുക്കൊപ്പം കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, 3 വർഷത്തിനു ശേഷം സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കേണ്ടി വന്നിരിക്കുന്ന സാഹചര്യമാണ് സംസ്ഥാന സർക്കാരിന്. എത്രത്തോളം ആശങ്കാജനകമാണ്? എത്രത്തോളം ജാഗ്രത പുലർത്തേണ്ട സമയമാണിത്? 2021 അവസാനം ഈ കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ പുറത്തിറക്കിയത്. ഇപ്പോൾ ഇന്നലെ സർക്കുലറായിട്ട് ഈ വിഷയം കോവിഡ് പൊതുനിർദ്ദേശങ്ങൾ സംബന്ധിച്ച ഒരു സർക്കുലർ നമ്മൾ കോവിഡ് കാലത്ത് കണ്ടതുപോലുള്ള സർക്കുലർ പുറത്തിറക്കുകയാണ് ആരോഗ്യവകുപ്പ്. ഏറ്റവും പ്രധാനപ്പെട്ടത് രാജ്യത്ത് ഏറ്റവും അധികം കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനമാണ് ഇപ്പോഴും കേരളം. കേരളത്തിൽ ഏറ്റവും അധികം കോവിഡ് കേസുകൾ ഇന്നത്തെ കണക്ക് 1400 പരം കോവിഡ് രോഗികളാണ് സംസ്ഥാനത്ത് ഉള്ളത്. ഈ സാഹചര്യത്തിലാണ് സർവേലൻസ് നിരീക്ഷണം ശക്തമാക്കാൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ഉപയോഗവും കഫ് ഹൈജീനും ഹാൻഡ് വാഷിംഗ് തുടങ്ങിയ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളതാണ്. അതായത് ഇത്രയും ദിവസം ഈ ആരോഗ്യ നിർദ്ദേശങ്ങൾ ജാഗ്രതാ അറിയിപ്പുകളിലൊക്കെ ഉണ്ടായിരുന്നത് ആശുപത്രികളിൽ പോകുന്നവർ മാസ്ക് ധരിക്കണം, കൂട്ടിരിപ്പുകാർ മാസ്ക് ഉപയോഗിക്കണം, രോഗലക്ഷണങ്ങളുള്ളവർ പനിയോ ചുമയോ ജലദോഷമുള്ളവർ മാസ്ക് ഉപയോഗിക്കണം, ഗർഭിണികളും ഗുരുതര രോഗബാധിതരും മാസ്ക് ഉപയോഗിക്കണം എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ അതിൽ ഒരു പടി കൂടി മുന്നോട്ട് പോയുള്ള ഒരു നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകുന്നത് പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ഉപയോഗം പ്രോത്സാഹിപ്പിക്കണം. കോവിഡ് കാലത്തൊക്കെ കണ്ടും കേട്ടും പരിചയിച്ച ഒരു കാര്യമാണത്. അത് വീണ്ടും ശക്തമാക്കാനുള്ള നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്. രോഗലക്ഷണമുള്ള ആരോഗ്യ ജീവനക്കാർ COVID-19 ടെസ്റ്റ് നടത്തണം. രോഗലക്ഷണമുള്ള കൂട്ടിരിപ്പുകാരെയും COVID-19 ടെസ്റ്റ് വിധേയമാക്കണം. ആശുപത്രിയിൽ കൂട്ടിരിപ്പുകാരുടെയും സന്ദർശകരുടെ എണ്ണം നിയന്ത്രിക്കണം. ആശുപത്രികളിൽ രോഗികളും കൂട്ടിരിപ്പുകാരും എല്ലാ ആരോഗ്യ ജീവനക്കാരും നിർബന്ധമായും മാസ്ക് ധരിക്കണം. COVID-19 ഇൻഫ്ലുവൻസ രോഗികളെ ആശുപത്രിയിൽ പ്രത്യേക വാർഡുകളിലോ മുറികളിലോ പാർപ്പിക്കണം തുടങ്ങി കണ്ടെയ്ൻമെന്റ് അടക്കമുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുകയാണ്. രോഗലക്ഷണമുള്ളവർക്ക് മുഴുവൻ പേരും RT-PCR ടെസ്റ്റ്, റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റോ അല്ലെങ്കിൽ അത് നെഗറ്റീവ് ആണെങ്കിൽ RT-PCR ടെസ്റ്റോ ചെയ്യേണ്ടതാണ് നിർദ്ദേശം. അതായത് രോഗലക്ഷണങ്ങളുടെ ആശുപത്രി പ്രവേശിപ്പിക്കപ്പെട്ടുള്ള എല്ലാവർക്കും COVID-19 ടെസ്റ്റ് ചെയ്യണം. റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ് ആദ്യം ചെയ്യണം. അത് നെഗറ്റീവ് ആണെങ്കിൽ RT-PCR ടെസ്റ്റ് ചെയ്യണം എന്ന് തന്നെ കൃത്യമായി പറയുകയാണ്. സർക്കാർ ആശുപത്രികളിൽ ഇന്നു മുതൽ ഈ കോവിഡ് പരിശോധന നിർബന്ധമാക്കുകയാണ്, ശക്തമാക്കുകയാണ്. നേരത്തെ സ്വകാര്യ ആശുപത്രി നേരത്തെ തന്നെ ഇത് പരിശോധന തുടങ്ങിയിരുന്നു. അതായത് ഈ കോവിഡ് മറ്റ് രാജ്യങ്ങളിൽ പടർന്നു പിടിക്കുമ്പോൾ തന്നെ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയ്ക്കെത്തുന്നവർക്കും കൂട്ടിരിപ്പുകാർക്കും ഒക്കെ അവർ ഈ കോവിഡ് ടെസ്റ്റ് നടത്തിയിരുന്നു. അതാണ് സംസ്ഥാനത്തെ കോവിഡ് എണ്ണം ഈ രീതിയിൽ ഉയരാൻ കാരണമെന്നാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധർ പറയുന്നത്. ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആശുപത്രികളും ആ രീതിയിൽ ടെസ്റ്റ് ചെയ്യാൻ ആരംഭിക്കുകയാണ്. അങ്ങനെ നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്. അതോടുകൂടി സംസ്ഥാനത്തെ കോവിഡ് കേസുകൾ വലിയൊരു വർധന ഉണ്ടായാലും അതിശയിക്കാനില്ല എന്നാണ് ആരോഗ്യവകുപ്പ്. ആശ്വാസമുള്ളത് ഈ കോവിഡിന്റെ വകഭേദം അത്ര തീവ്രമല്ല, ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കുന്ന ഒന്നല്ല. പക്ഷേ ഗുരുതര രോഗമുള്ളവർ, ഗർഭിണികൾ എന്നുള്ളവർ തുടങ്ങിയവർക്ക് നേരത്തെ പോലെ ഇപ്പോഴും ജാഗ്രതയോടെ തന്നെ അവരെ നിരീക്ഷിക്കണം. കാരണം ഈ വർഷം ഇതുവരെ 8 മരണങ്ങൾ, കോവിഡ് മരണങ്ങൾ സംസ്ഥാനത്ത് ഈ ജൂൺ മെയ് അവസാനം വരെ ഉണ്ടായിട്ടുമുണ്ട്. അതെ അരുൺ, ഞാൻ മടങ്ങിയെത്താം. ഇപ്പോൾ ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ ശ്രീ സുൽഫി നൂഹ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ സുൽഫി നൂഹ്, സംസ്ഥാനത്ത് കോവിഡ് ഇപ്പോൾ ആശങ്കാജനകമായ സാഹചര്യത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പുതിയ വകഭേദമാണ് പകർന്നുകൊണ്ടിരിക്കുന്നത്. രോഗ തീവ്രത കുറവാണ് എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധർ താങ്കൾ അടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും എത്രത്തോളം ആശങ്കാജനകമായ ഒരു സാഹചര്യമാണിത്?
കോവിഡിനെ കുറിച്ചൊരു അതിയായ ആശങ്കയുടെ ആവശ്യമില്ല. ദിസ് ഇസ് എ റുട്ടീൻ സർക്കുലർ. ഇത്തരം കാര്യങ്ങളിൽ ഔട്ട്ബ്രേക്ക് വരുമ്പോൾ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യ പ്രവർത്തകർക്കും സ്ഥാപനങ്ങൾക്കും നൽകുന്ന ഒരു റുട്ടീൻ കാര്യമാണ്. ഒരു റെഡ് അലേർട്ടിന്റെയോ അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുള്ള തരത്തിലുള്ള എമർജൻസി ആയിട്ടുള്ള വളരെ അതീവ ഗുരുതരമായ ഒരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും കോവിഡിന് ഇല്ല. ഒരുപക്ഷെ കോവിഡിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു സ്ഥിതിവിശേഷ അതീവ ഗുരുതരമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള വളരെ എമർജൻസി ആക്ഷൻ ആവശ്യമുള്ള ഒരു രീതിയിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത ഇപ്പോഴത്തെ സ്ഥിതിവിശേഷത്തിൽ വളരെ വളരെ കുറവാണെന്ന് പറയേണ്ടി വരും. പക്ഷെ അങ്ങനെ പറയുമ്പോഴും നമുക്കറിയാം ഈ ഇപ്പോഴത്തെ വകഭേദത്തിന്റെ ഒരു നമ്മൾ മുമ്പ് തന്നെ ആദ്യകാലങ്ങൾ മുതൽ തന്നെ കോവിഡ് വന്ന പാൻഡമിക്കിന്റെ സമയത്ത് തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ പാൻഡമിക്കുകളും പോലെ ഈ പാൻഡമിക് വളരെ അതിശക്തമായ തീവ്രമായ ഒരു ഘട്ടത്തിലൂടെ കടന്നുപോയതിനു ശേഷം കടലിൽ നിന്നും തിരമാലകൾ ഉള്ളിലേക്ക് നമ്മുടെ തീരത്തേക്ക് എത്തുന്നത് പോലെ ചെറിയ ചെറിയ വേവ്സ് ഓഫ് ഒരു സൈക്ലിക്കൽ ട്രെൻഡ് വർഷങ്ങളോളം നീണ്ടു നിൽക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു സൈക്ലിക്കൽ ട്രെൻഡിന്റെ ഭാഗമായി വന്നിരിക്കുന്ന ഒരു അപ് ട്രെൻഡ് മാത്രമാണ് ഇപ്പോൾ കാണിക്കുന്നത്. അതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. പക്ഷെ തീർച്ചയായും ഈ പറഞ്ഞ മാതിരി ഗർഭിണികളായ ആൾക്കാർ അല്ലെങ്കിൽ ഒരുപക്ഷെ ഡെബിലിറ്റേറ്റിംഗ് ഇൽനെസ് ഉള്ള മറ്റ് വ്യക്തികൾ, ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ആൾക്കാർ, മാലിഗ്നൻസി ക്യാൻസർ കഴിഞ്ഞിട്ട് അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആൾക്കാർ, അത്തരം ആൾക്കാരിൽ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിരുന്ന ആൾക്കാരിൽ ഒരുപക്ഷെ ഇതൊരു ബുദ്ധിമുട്ടുള്ള തരത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. നമുക്ക് എല്ലാവരെയും ഈ കോവിഡ് ടെസ്റ്റ് നമ്മളിപ്പോൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ടെസ്റ്റുകൾ കൂടുതൽ ചെയ്യുന്നിടത്ത് കൂടുതൽ ആൾക്കാരെ കണ്ടെത്താൻ കഴിയും. അതുകൊണ്ടാണ് കേരളത്തിലെ കണക്കുകൾ അല്പം കൂടുതൽ കാണിക്കുന്നത് തന്നെ. അതിനർത്ഥം ഇത് പരിപൂർണമായിട്ടും ഉപേക്ഷിക്കുക എന്നുള്ളതല്ല. രോഗലക്ഷണമുള്ളവരെ തീർച്ചയായിട്ടും ഫസ്റ്റ് ഇത് വളരെ ഹൈലി ഒരു ഇൻഫെക്ടിവിറ്റി ഉള്ളതാണ്, പെട്ടെന്ന് പടരും. പക്ഷെ മരണനിരക്കോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലേക്ക് പോകാനുള്ള ഒരു സാധ്യത തീരെ കുറവായതുകൊണ്ട് തന്നെ രോഗലക്ഷണമുള്ളവർ, അതായത് ശരീരവേദന, പനി, മൂക്കൊലിപ്പ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, ഈവൻ ഇഫ് അത് കോവിഡ് അല്ലെങ്കിൽ പോലും മറ്റുള്ള ആൾക്കാരിലേക്ക് പകരാതിരിക്കാൻ ശ്രദ്ധിക്കുക. വീട്ടിൽ തന്നെ ഇരിക്കുക. ഒരു ആദ്യത്തെ ദിവസം കഴിഞ്ഞിട്ടും അത് തുടരുകയാണെങ്കിൽ ഡോക്ടറെ കണ്ടു തുടങ്ങിയാൽ ഉടൻ തന്നെ എല്ലാവരും ടെസ്റ്റ് എടുക്കണം എന്നുള്ളതാണ് പുതിയ മാർഗനിർദ്ദേശം, അല്ലേ? എല്ലാ ലക്ഷണമുള്ള ആൾക്കാരെയും ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ ഇപ്പോഴുള്ള സ്ഥിതിവിശേഷത്തിൽ നിലവിലില്ല. അത് ഡോക്ടറുടെ തീർച്ചയായിട്ടും രോഗലക്ഷണമുള്ള ആൾക്കാരെ ഡോക്ടറെ കാണിക്കുക. ഡോക്ടറുടെ ഒരു ഡിസ്ക്രിപ്ഷൻ അത് വിടുക എന്നുള്ളത് തന്നെയാണ്. ഒരുപക്ഷെ ഡെബിലിറ്റേറ്റിംഗ് ഇൽനെസ് ഉള്ള ആൾക്കാരിലും മറ്റ് ബുദ്ധിമുട്ടുള്ള ആൾക്കാരിലും കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷെ തീർച്ചയായിട്ടും ഇതൊരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഒന്നും തന്നെയും ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പുതിയ വകഭേദം എന്ന് പറയുന്നത് കോവിഡിന് എപ്പോഴും പുതിയ പുതിയ വകഭേദങ്ങൾ വളരെ ഫ്രീക്വന്റ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതൊരു സിഗ്നിഫിക്കന്റ് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സിഗ്നിഫിക്കന്റ് ഒരു വകഭേദമായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതൊരു സാധാരണ ഉണ്ടാകുന്ന ഒരു വകഭേദത്തിലാണ്. അതുകൊണ്ട് തന്നെ അത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള തരത്തിലേക്ക് പോകാനുള്ള സാധ്യത തീരെ കുറവാണ്. ഡോക്ടർ, ഒരൊറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ. നമുക്കറിയാം നേരത്തെ ഉണ്ടായിട്ടുള്ള കോവിഡ് പാൻഡമിക് മാനസികമായും ശാരീരികമായും ആളുകളെ എത്രത്തോളം തളർത്തിയിട്ടുണ്ട് എന്നുള്ളത്. ആ സമയത്ത് തന്നെ 3ഉം 4ഉം തവണയൊക്കെ കോവിഡ് വന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അവർക്ക് ഇനിയും ഒരു കോവിഡ് കൂടി വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ സങ്കീർണമാക്കുമോ, സാഹചര്യം ആരോഗ്യത്തെ ബാധിക്കുമോ എന്നുള്ള വലിയൊരു ആശങ്കയുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ ആ കാര്യത്തിൽ? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ മിക്കവാറും എല്ലാവരും ഓൾമോസ്റ്റ് എവ്രി വൺ ഹാസ് ടേക്കൺ ദ വാക്സിനേഷൻ. അപ്പൊ വാക്സിനേഷന്റെ ഒരു പ്രൊട്ടക്ഷൻ നമുക്കുണ്ട്. രണ്ട്, നമുക്ക് നമ്മളെ ഇൻഫെക്ഷൻ വന്നു പോയതോടുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് തന്നെ സ്വാഭാവികമായ ഒരു രോഗപ്രതിരോധമുണ്ട്. ഇത് രണ്ടും കൂടെ കമ്പൈൻഡ് ആകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അല്ലാതെ തന്നെയുള്ള പ്രൊട്ടക്ഷനും കൂടെ ചേർന്നിട്ട്, അതായത് ഇമ്മ്യൂണിറ്റിയും കൂടെ ചേർന്നിട്ട് നമുക്ക് ഈ കോവിഡിനെ അതിരൂക്ഷമായ രീതിയിലേക്ക് പോകാനുള്ള സാധ്യത, ഇൻഫാക്ട് മുമ്പ് വന്നു പോയവർക്ക് വീണ്ടും വരാനുള്ള സാധ്യത കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു വീണ്ടും ഒരുപക്ഷെ ഡെങ്കിപ്പനിയുമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു രോഗവുമായിട്ടോ ചേർന്ന് നിന്നുകൊണ്ട് സിമിലർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോകാൻ സാധ്യതയില്ല. അതുകൊണ്ട് കോവിഡ് വന്നു പോയവർക്ക് വീണ്ടും വരാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും അതിന്റെ പ്രോബബിലിറ്റി കുറഞ്ഞു തന്നെ നിൽക്കാനാണ് സാധ്യത. അവർക്ക് കൂടുതൽ തീവ്രമായ രോഗങ്ങളിലേക്ക് എത്തിച്ചേരും എന്നുള്ളതിന് ഇതുവരെ തെളിവുകളൊന്നും ഇല്ല. തീർച്ചയായും വളരെ നന്ദി ഡോക്ടർ സുൽഫി നൂഹ് ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിനും പ്രതികരിച്ചതിനും. ഞാൻ അരുണിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. അരുൺ, ഇപ്പോൾ ഡോക്ടർ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. രോഗ തീവ്രത കുറവാണ്, അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. മറ്റ് രോഗങ്ങൾ വളരെ ഗുരുതരമായുള്ള ആളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ കൂടുതലായി ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യമുള്ളത്. എങ്കിൽ പോലും കേരളത്തിൽ ഇത്തരത്തിൽ എണ്ണം കൂടുന്നു എന്ന് പറയുന്നത് ലോജിക്കലി നോക്കുമ്പോൾ ടെസ്റ്റുകൾ കൂടുതലായി കേരളത്തിൽ നടക്കുന്നത് കൊണ്ടാണ് ഈ കണക്കുകൾ വർദ്ധിച്ചതായി നമുക്ക് തോന്നുന്നത്. എന്നിരുന്നാൽ പോലും ഈ ആശങ്ക ഇവിടെ നിലനിൽക്കുകയാണ്. പുതിയ മാർഗനിർദ്ദേശങ്ങളിൽ പ്രധാനമായും പറയുന്ന മുൻകരുതലുകൾ അത് ഏത് തരത്തിലൊക്കെ നമ്മൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. ആര്യ, തീർച്ചയായിട്ടും ഈ രോഗ പരിശോധന ഉള്ളത് കൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഇത്രയധികം കണക്കുകൾ ഉള്ളത് എന്ന് വ്യക്തമാണ്. അത് വസ്തുതയുമാണ്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാനത്ത് ഈ രോഗബാധിതരുടെ എണ്ണം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഒരുപക്ഷെ കൂടുതൽ. ആദ്യം
കോവിഡ് ബാധിക്കുമ്പോൾ അത് തന്നെയായിരുന്നു സംസ്ഥാനത്തെ സാഹചര്യം. രാജ്യത്തെ മറ്റു പലയിടങ്ങളിലും ഈ കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ ആളുകൾ വിമുഖത കാണിക്കുമ്പോൾ കേരളത്തിൽ വളരെ കൃത്യമായ കോവിഡ് ടെസ്റ്റ് നടന്നിരുന്നു. അതിൽ തന്നെ വളരെ കൃത്യമായ പരിശോധന ചികിത്സ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെയാകാം ഒരുപക്ഷെ നമ്പർ ആ രീതിയിൽ കൂടിയത്. ഇപ്പോൾ പ്രധാനമായും ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങളിൽ പറയുന്നത് COVID-19 ഇൻഫ്ലുവൻസ രോഗലക്ഷണമുള്ളവരെ ചികിത്സിക്കുമ്പോൾ ജൂൺ മാസത്തിൽ പുറത്തിറക്കിയ മാർഗനിർദ്ദേശം 2023 ജൂൺ മാസത്തിൽ പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണം. ആ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് വേണം ചികിത്സ വേണം. അതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം. COVID-19 ഇൻഫ്ലുവൻസ രോഗലക്ഷണങ്ങളുള്ളവർക്ക് അപായ ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിരീക്ഷണ കുട്ടികളിൽ പല രോഗലക്ഷണങ്ങളും വരാം. അതുപോലെ മുതിർന്നവർക്കും പ്രത്യേക രോഗലക്ഷണങ്ങൾ ഉണ്ടാകാം. അതൊക്കെ കൃത്യമായി പരിശോധിക്കണം. രോഗം ഗുരുതരമാൻ സാധ്യതയുള്ളവർ, ഹൈ റിസ്ക് ഇൻഡിവിജ്വൽസ് പൊതുസ്ഥലങ്ങളിൽ മാസ്ക് നിർബന്ധമായി ഉപയോഗിക്കണമെന്ന് പറയുന്നുണ്ട്. മറ്റുള്ളവർക്ക് നിർബന്ധമല്ല, ഉപയോഗിക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് മാത്രമാണ് പറയുന്നത്. രോഗലക്ഷണങ്ങളോടെ ആശുപത്രി പ്രവേശിക്കപ്പെട്ട എല്ലാവർക്കും COVID-19 ടെസ്റ്റ് ചെയ്യണം. റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റാണ് ആദ്യം ചെയ്യേണ്ടത്. അത് നെഗറ്റീവ് ആണെങ്കിൽ അത് കളയുകയല്ല, വീണ്ടും RT-PCR ടെസ്റ്റിലേക്ക് പോകണം. കൃത്യമായൊരു വിലയിരുത്തൽ അതുണ്ടാകണം. അതുകൊണ്ടാണ് RT-PCR ടെസ്റ്റിലേക്ക് പോകേണ്ടത്. ജലദോഷത്തിലുണ്ടായതിനാൽ ചുമ തുടങ്ങി ശ്വാസതടസ്സം ഉൾപ്പെടെയുള്ളവർ ക്യാമ്പുകളിലുണ്ടെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ നിർബന്ധമായും അവർ അവിടെ മാസ്ക് ധരിക്കണം. ദുരിതാശ്വാസ ക്യാമ്പുകൾ മഴക്കാലമാണ്, സംസ്ഥാനത്ത് ക്യാമ്പുകൾ തുറന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവിടെ ഈ മാസ്ക് ധരിക്കണം. കോവിഡ് ബാധിച്ചാൽ ഗുരുതരമാകാനുള്ള വിഭാഗക്കാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇത്തരം രോഗികളെ ആശുപത്രികൾ പ്രത്യേക വാർഡുകളിലോ മുറികളിലോ പാർപ്പിക്കണം. ആശുപത്രി നിർബന്ധമായും രോഗികളും കൂട്ടിരിപ്പുകാരും എല്ലാ ആരോഗ്യ ജീവനക്കാരും മാസ്ക് ധരിക്കണം. കൂട്ടിരിപ്പാട് സന്ദർശനം ആശുപത്രിയിൽ നിയന്ത്രിക്കണം. രോഗലക്ഷണമുള്ള കൂട്ടിരിപ്പുകാരെ COVID-19 ടെസ്റ്റിന് വിധേയമാക്കണം. ആരോഗ്യ ജീവനക്കാരും COVID-19 ടെസ്റ്റ് നടത്തേണ്ടതാണ്. COVID-19 ടെസ്റ്റ് എല്ലാ ജില്ലകളിലെ RT-PCR സമയത്ത് പരമാവധി ഉപയോഗപ്പെടുത്താനുള്ള നിർദ്ദേശവുമുണ്ട്. അങ്ങനെ വളരെ കൃത്യമായി നമ്മൾ കോവിഡ് കാലത്ത് കണ്ടതുപോലുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഈ പ്രോട്ടോകോളിന്റെ ഭാഗമായി ഇന്നലെ ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നത്. പ്രധാനമായും അരുൺ ഈ മാസ്ക് ധരിക്കുക എന്നത് തന്നെയാണ് പ്രധാനമായി ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു മുൻകരുതൽ. അരുൺ തന്നെ ഫ്രെയിമിൽ ഇപ്പോൾ എത്തിയപ്പോൾ പൊതുസ്ഥലത്ത് നിൽക്കുകയാണ്, മാസ്ക് ധരിച്ചിട്ടുണ്ട്. അത് ഇത്തരത്തിൽ അരുൺ ചെയ്തതുപോലെ തന്നെ എല്ലാവരും മാതൃകയാക്കണം എന്നുള്ളതാണ്. ഇത്തരത്തിൽ എല്ലാവരും പൊതുസ്ഥലങ്ങളിൽ പോകുമ്പോഴും പുറത്തു പോകുമ്പോഴും പബ്ലിക് ട്രാൻസ്പോർട്ടേഷനൊക്കെ ഉപയോഗിക്കുന്ന സമയത്തുമൊക്കെ മാസ്ക് ധരിക്കുക, അനാവശ്യമായ ആശുപത്രികളിൽ മറ്റും പോകാതിരിക്കുക. ഇതൊക്കെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പ്രാഥമികമായും ചെയ്യാൻ കഴിയുന്നത്. അരുൺ, ഇത്തരത്തിൽ കോവിഡ് ഒരു സാഹചര്യം, ഗുരുതരമായ സാഹചര്യത്തെ ഒരു പക്ഷേ നമ്മൾ നേരിടേണ്ടി വന്നാൽ ആ സാഹചര്യത്തെ നേരിടാൻ എത്രത്തോളം ക്ഷമതയുണ്ട് നമ്മുടെ ആരോഗ്യ സംവിധാനത്തിന് എന്നുള്ളത് മുൻകാലങ്ങളിൽ നമ്മൾ തെളിയിച്ചിട്ടുള്ളതാണ്. അത്തരത്തിൽ ആഴത്തിലല്ല ചോദിക്കുന്നത്. പക്ഷേ എന്നാൽ പോലും ഇപ്പോൾ നമ്മുടെ ആശുപത്രികളൊക്കെ എത്രത്തോളം സജ്ജമാണ് ഈ ഒരു സാഹചര്യം നേരിടാൻ? തീർച്ചയായിട്ടും. ഓക്കെ അരുൺ, ഞാൻ മടങ്ങിയെത്താം. ഇപ്പോൾ നിലമ്പൂരിലേക്ക് നമുക്കൊന്ന് പോകാം. എല്ലാ കാലത്തും അവരുടെ പ്രചരണം ആരംഭിക്കുന്നത് പോത്തുകൽ പഞ്ചായത്തിൽ നിന്നാണ്. കഴിഞ്ഞ വർഷം VB പ്രകാശിന്റെ പര്യടനം ആരംഭിച്ചത് പോത്തുകൽ പഞ്ചായത്തിലെ കവളപ്പാറയിൽ വെച്ചായിരുന്നു. ആ കവളപ്പാറ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അവിടെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പരാജയപ്പെട്ട പിണറായി വിജയന്റെ സർക്കാരിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞ തവണ കവളപ്പാറയിൽ നിന്ന് ആരംഭിച്ചത്. ഈ വർഷം ഞങ്ങൾ മുണ്ടേരി നിന്ന് ആരംഭിക്കാൻ കാരണം ഈ മുണ്ടേരിയിലാണ്. നിലമ്പൂർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആദിവാസികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. ആദിവാസി കോളനികളും സെറ്റിൽമെൻറ്റും ഏറെയുള്ള ഒരു ഏരിയയാണ്. ഇവിടെ കഴിഞ്ഞ 2018 പ്രളയത്തിൽ സർവ്വവും നഷ്ടപ്പെട്ട വനത്തിനകത്ത് താമസിക്കുന്ന കോളനി വാസികളായിട്ടുള്ള ആളുകളുണ്ട്, ആദിവാസികളുണ്ട്. അവർക്ക് ഇപ്പോഴും പുനരധിവാസം ഒന്നും ആയിട്ടില്ല. വനാവകാശ നിയമത്തിൻ്റെയൊക്കെ പേര് പറഞ്ഞ് ആ പുനരധിവാസം നീട്ടിക്കൊണ്ടുപോവുകയാണ്. 100 കണക്കിന് കുടുംബങ്ങൾ, പാവപ്പെട്ട ആദിവാസികൾ ഇപ്പോഴും കുരയില്ലാതെ, വീടില്ലാതെ, അവർ പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടി അതിൻ്റെ കീഴിൽ കഴിയുകയാണ്. പലപ്പോഴും കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണത്തെ തുടർന്ന് അവരൊക്കെ മരത്തിൻ്റെ മുകളിൽ ഏറുമാടം കെട്ടി താമസിക്കുന്ന വളരെ ദുരിതകരമായ അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. ഇത് ഈ പുഴ കടന്ന് വാണിയമ്പുഴ കോളനിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാം. വാണിയമ്പുഴ കോളനിയുണ്ട്, തരിപ്പപ്പൊട്ടിയുണ്ട്, അങ്ങനെ ഒരുപാട് കോളനികൾ ഈ പ്രദേശത്ത് നിൽക്കുകയാണ്. ഇവിടെ അപ്പുംകാപ്പ് ഉൾപ്പെടെയുള്ള കോളനികളുണ്ട്. ആദിവാസികൾ വലിയ ദുരിതവും ദുരന്തവും അനുഭവിക്കുന്ന ഒരു ഏരിയയാണ്. ഔപചാരികമായി ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം മുണ്ടേരിയിലാണെങ്കിലും ഈ മുണ്ടേരിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ മുഴുവൻ ആദിവാസികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരിതത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് മുണ്ടേരിയിൽ വെച്ച് ഞങ്ങളുടെ ഈ പര്യടനം ആരംഭിക്കുന്നത്. സ്ഥാനാർത്ഥി അല്പനിമിഷത്തിനുള്ളിൽ എത്തിച്ചേരും. ഈ ആദിവാസികളൊക്കെ തന്നെ, ആദിവാസി മേഖലയിലുള്ള ആളുകളൊക്കെ തന്നെ പരാതിയൊക്കെ പറയാനായിട്ട് ഇവിടേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് പ്രതീകാത്മകമായി പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പരാജയപ്പെട്ട പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള
ഒരു വിധിയെഴുത്തായി തെരഞ്ഞെടുപ്പ് മാറണം. പ്രത്യേകിച്ച് വയനാട് മുണ്ടക്കൈ ദുരന്തമുണ്ടായപ്പോൾ ആ ദുരന്തത്തിൽ മരിച്ച ആളുകളുടെ മൃതശരീരം ഒഴുകി വന്നതൊക്കെ ഈ ചാലിയാർ പുഴയിലാണ്. ഈ മുണ്ടേരിയുടെ ഈ പ്രാന്തപ്രദേശങ്ങളിലാണ് പാവപ്പെട്ട വയനാടൻ ജനതയുടെ മൃതദേഹങ്ങളൊക്കെ നമ്മൾ ഏറ്റുവാങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് അങ്ങേയറ്റം കേരളത്തെ കണ്ണീര് കുടിപ്പിച്ച പ്രളയ ദുരിതത്തിൻ്റെ ഏറ്റവും വലിയ, അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇരയായി മാറിയിട്ടുള്ളൊരു പ്രദേശമാണ് മുണ്ടേരി. അവിടെ മനുഷ്യ സഹജമായി ചെയ്തു തീർക്കാൻ കഴിയുന്ന ഒരു ദുരിതാശ്വാസ പ്രവർത്തനവും പിണറായി വിജയൻ്റെ ഗവൺമെൻറ് നടത്തിയിട്ടില്ല. ആ പരാജയമാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ വിഷയം. അതാണ് മനുഷ്യൻ്റെ ദുരിതം. ആ ദുരിതത്തിന് ആശ്വാസം പകരേണ്ടുന്ന പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ദുരിതാശ്വാസ പ്രവർത്തനത്തിലേക്ക് ഫണ്ടിലേക്ക് കോടികൾ പിരിച്ചിട്ട് ആ പണം ചെലവഴിക്കാതെ കോഴി മുട്ടയ്ക്ക് മുകളിൽ അടയിരിക്കുന്നത് പോലെ ദുരിതാശ്വാസ ഫണ്ടിന് മുകളിൽ അടയിരിക്കുന്ന പിണറായി വിജയൻ ഗവൺമെന്റിനെതിരെയുള്ള വിധിയെഴുത്തായി തെരഞ്ഞെടുപ്പ് മാറണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ കൺവെൻഷനിൽ ഇന്നലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്ഥാനാർത്ഥി ജോയിക്കുന്ന ഒരു മുക്തമായിരുന്നു. സമൂഹമാധ്യമങ്ങളൊക്കെ അതിന് വൈറലായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യമേ ആണയിട്ട് പറയുന്നല്ലോ, ഞങ്ങൾക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടാണ്, ഒരു കൈയായി ഒരു മെയ്യായി ഒരുമിച്ച് ഞങ്ങൾ പ്രവർത്തിക്കും. നിങ്ങൾക്ക് ആ അഭിപ്രായ വ്യത്യാസമൊക്കെ മാറിയല്ലോ. ഇന്നലെ ഞങ്ങൾ മുത്തം കൊടുത്തു, ഞങ്ങൾ നല്ല ട്രെൻഡാണ്, നല്ല ഓളാണ്. ഇന്നലെ നിങ്ങൾ അത് കഴിഞ്ഞ ഉടനെ നിങ്ങളുടെ വാർത്ത പാണക്കാട് കുടുംബത്തിൽ നിന്ന് ആരും പങ്കെടുത്തിട്ടില്ല. ഇന്നിപ്പോൾ അതിന് ഞങ്ങൾ മറുപടി പറയാണ്. പാണക്കാട് കുടുംബത്തിലെ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് തന്നെയാണ്, അബ്ബാസ് അലി ശിഹാബ് തങ്ങളാണ് ഈ പര്യടനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് എതിരാളികൾ ഇവിടെ ആരുമില്ല. എതിരാളികളില്ലാത്ത ഏകപക്ഷീയമായ ഒരു പോരാട്ടമാണ്. നിങ്ങൾ കൊടുക്കുന്ന ഇത്തരത്തിലുള്ള പല വാർത്തകളാണ്, അടിസ്ഥാനമില്ലാത്ത അവാസ്തവമായ വാർത്തകൾ മാത്രമാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഞങ്ങൾക്ക് എതിർപ്പായിട്ടുള്ളത്. അതുകൊണ്ട് ആ സത്യസന്ധമായ വാർത്തകൾ കൊടുക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. വളരെ ആവേശകരമായി ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി ഏകപക്ഷീയമായ മത്സരത്തിൽ വലിയ മുന്നേറ്റത്തിൽ വിജയിക്കുന്ന സാഹചര്യമാണ് ഇവിടെ. ഇന്നലെ PV അൻവർ VV പ്രകാശിന്റെ വീട്ടിൽ ഉൾപ്പെടെ പോയി. അപ്പോൾ ആ സമയത്ത് പറഞ്ഞത് UDFന്റെ സ്ഥാനാർത്ഥി എന്തുകൊണ്ടാണ് ഈ വീട്ടിലേക്ക് എത്താത്തത് എന്ന ചോദ്യം അൻവർ ഉന്നയിച്ചിരുന്നു. അതിലെന്താണ് മറുപടി? അല്ല, ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തിന് എവിടെയും പോകാലോ. അങ്ങനെ അദ്ദേഹം എല്ലായിടത്തും പോയി. ശ്രീ ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് ആദ്യം പോയത് മുക്കട്ട, അദ്ദേഹത്തിൻ്റെ പിതാവ് അന്തിയുറങ്ങുന്ന മുക്കട്ട ജുമാ മസ്ജിദിലാണ്. അതിനുശേഷം അദ്ദേഹം പ്രകാശേട്ടൻ്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന അർപ്പിച്ചതിന് ശേഷം തന്നെയാണ് ഞങ്ങളുടെ പ്രചരണം ആരംഭിച്ചിട്ടുള്ളത്. ബാക്കി അദ്ദേഹം വീടുകളിൽ പോകുന്നതും പ്രധാനപ്പെട്ട ആളുകളെ കാണുന്ന പരിപാടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് എല്ലായിടത്തും ഇല്ല. അബ്ബാസ് അലി തങ്ങൾ മുൻകൂട്ടി ഏറ്റ പരിപാടികളുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം പോയിട്ടുള്ളത്. ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി ആദ്യം നിലമ്പൂരിന് പുറത്ത് ആദ്യം അദ്ദേഹം പോയത് പാണക്കാട് തറവാട്ടിലേക്കാണ്. അവിടെ എല്ലാ തങ്ങന്മാരുടെയും അനുഗ്രഹം മേടിച്ചിട്ടാണ്. സാദിഖ് അലി തങ്ങൾ ഹജ്ജ് കർമ്മം അനുഷ്ഠിക്കുന്നതിന് വേണ്ടി പുറത്തു പോയതാണ്. ബാക്കി എല്ലാ തങ്ങന്മാരും, മോനബറലി തങ്ങൾ ഇവിടെ വന്നിരുന്നു UDYFന്റെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ നിലമ്പൂരിൽ. അദ്ദേഹം കഴിഞ്ഞ ദിവസം വന്നിരുന്നു, നിങ്ങളാരും വാർത്തയാക്കിയില്ല. അതെ, എല്ലാ തങ്ങന്മാരും ഈ പരിപാടികളിലൊക്കെ പങ്കെടുക്കും. പാണക്കാട് കുടുംബത്തെ ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു? ഇല്ല, അങ്ങനെ ഒരു ആശയക്കുഴപ്പമില്ല. ക്ഷണിച്ചിരുന്നു. സാദിഖ് അലി തങ്ങൾ ഇങ്ങനെ അവിടെ ആയതുകൊണ്ടാണ്. മുനവർ അലി തങ്ങൾ മിനിഞ്ഞാന്ന് പരിപാടി പങ്കെടുത്തു. അബ്ബാസ് അലി തങ്ങൾക്ക് ഇന്നലെ എത്തിച്ചേരാൻ കഴിയില്ല. പക്ഷേ പര്യടനത്തിന്റെ ഉദ്ഘാടനം അദ്ദേഹമാണെന്ന് അറിയിച്ചിരുന്നു. ഓരോ പരിപാടിയും നമ്മൾ ചാർട്ട് ചെയ്ത് കൃത്യമായിട്ടാണ് പോകുന്നത്. ഇല്ല. വാർത്തയായത് നിങ്ങളതിന്റെ സോഴ്സ് അന്വേഷിക്കാതെ, സ്രോതസ് അന്വേഷിക്കാതെ നിങ്ങൾ വാർത്ത കൊടുത്താണ്. മാധ്യമങ്ങളുടെ വാർത്തയിലുപരി ഈ ഒരു UDFന്റെ കൺവെൻഷൻ ഇത്രയും പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പിൽ കുടുംബത്തിലാരും കാണാതെ വരുമ്പോൾ ശ്രദ്ധിക്കില്ലേ ആളുകൾ? അല്ല, അതിനകത്തൊരു ആശങ്കയില്ല. സാദിഖ് അലി തങ്ങൾ ഹജ്ജ് കർമ്മം അനുഷ്ഠിക്കാൻ പോയത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ ഞങ്ങളുടെ കൺവെൻഷൻ പോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ പ്രചരണ പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം. അത് കൺവെൻഷൻ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ്. ആ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ജില്ലാ മുസ്ലിം ലീഗിന്റെ അധ്യക്ഷനായിട്ടുള്ള അബ്ബാസ് അലി തങ്ങളാണ്. അതിനകത്ത് ഞങ്ങൾക്കൊന്നും ഒരു കൺഫ്യൂഷനും ഇല്ല, ഒരാശങ്കയില്ല, ആർക്കും ആശങ്കയില്ല. അല്ല, ഈ അബ്ബാസ് അലി തങ്ങളെ നേരത്തെ തന്നെ ഇതിന് ഉദ്ഘാടകനായി നിശ്ചയിച്ചതാണോ, അല്ലെ ഇന്നലെയാണോ ഈ ഉദ്ഘാടകനായി നിശ്ചയിച്ചത്? അത് നേരത്തെ പറഞ്ഞിരുന്നു അദ്ദേഹത്തോട്. ഇന്നലെ കൺവെൻഷൻ പങ്കെടുക്കാനാണ് ആവശ്യപ്പെട്ടത്. അപ്പം മുൻകൂട്ടി പരിപാടി അനുസരിച്ചാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. ഞങ്ങൾ പരിപാടിയൊക്കെ വളരെ പെട്ടെന്നാണ്. ഇന്നലെ ഈ പര്യടനം പോലും, ഞങ്ങൾ ഈ സ്ഥലം പോലും തീരുമാനിക്കുന്നത് വളരെ പെട്ടെന്നാണ്. തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഇന്നലെ ആ പോസ്റ്ററൊക്കെ വളരെ നേരത്തെ അറിയുന്നുണ്ട്. പോസ്റ്ററൊക്കെ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ, ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പിൽ നേരത്തെ വന്നിട്ടുണ്ട്. അബ്ബാസ് അലി തങ്ങളാണ് ഉദ്ഘാടനം. ഇന്നലെ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ കഴിയാതെ മറ്റൊരു പരിപാടി പങ്കെടുത്തുകൊണ്ടാണ്. പിന്നെ പങ്കെടുക്കുന്നത് മുനവർ അലി തങ്ങളാണ്. അദ്ദേഹം മിനിഞ്ഞാന്ന് ഇവിടെ നിലമ്പൂരിലുണ്ട്. അപ്പോൾ അതിനകത്തൊന്നും ഒരു ആശങ്കയില്ല. അവരൊക്കെ ആണയിട്ട് ആവർത്തിച്ച് പറഞ്ഞല്ലോ, അതിനകത്തൊരു വിവാദം ഉണ്ടാക്കേണ്ടുന്ന കാര്യമില്ല. ആ അനുനയ ശ്രമങ്ങളൊക്കെ നടന്നിരുന്നു, എല്ലാവരും നടത്തിയിരുന്നു, ഒരുമിച്ചാണ് നടത്തിയത്. അത് നടക്കുന്നുണ്ട്.
ആയിക്കോട്ടെ, ഓക്കെ. അത് തെരഞ്ഞെടുപ്പിന്റെ അവസാനം വരെ ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ടും എല്ലാവരും ഉൾക്കൊണ്ട് എല്ലാവരുടെ വോട്ടും വാങ്ങാൻ എല്ലാ തരത്തിലുള്ള അനുനയം. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ പറഞ്ഞില്ലല്ലോ. അതില്ല, പിണറായി സത്തിനെതിരെയുള്ള പോരാട്ടമാണ്. സ്വാഭാവികമായും അദ്ദേഹം ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുമെന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അതെനിക്കറിയാം. UDF-ന്റെ സംസ്ഥാന നേതാക്കളാണല്ലോ, UDF-ന്റെ സംസ്ഥാന നേതാക്കളാണല്ലോ. ഇതിപ്പോ ഞങ്ങളുടെ കോർട്ടിലല്ലേ ഈ പന്ത്. എന്നായിക്കോട്ടെ, ഓക്കെ, ശരി. ഇനി ഇതല്ല നമ്മുടെ പര്യടനം തുടങ്ങാനായി, അതുകൊണ്ടാ നിങ്ങൾ ഇന്നെ കുഴി ചാടിക്കണ്ട. DCC പ്രസിഡന്റ് VS ജോയ് ആണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനമായും നിലമ്പൂരിൽ നിന്ന് ഉയർന്നു വരുന്ന വിഷയം എന്ന് പറയുന്നത് അൻവറുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതിൽ അൻവറിന്റെ വിഷയത്തിൽ ഇടപെട്ടതുമായി ബന്ധപ്പെട്ടിട്ട് ലീഗും കോൺഗ്രസും തമ്മിൽ നിൽക്കുന്ന ഒരു പോരുണ്ട്, അല്ലെങ്കിൽ ഒരു അസ്വാരസ്യമുണ്ട്, ഒരു വിള്ളലിലേക്ക് കാര്യങ്ങൾ മുന്നണിയിൽ നീങ്ങുന്നു എന്ന തരത്തിലൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്തുകൊണ്ടേ വരുന്നത്. അതിനിടയിലാണ് ഇന്നലെ നടന്ന UDF കൺവെൻഷനിൽ തങ്ങൾ കുടുംബത്തിൽ നിന്ന്, പാണക്കാട് കുടുംബത്തിൽ നിന്ന് ആരും പങ്കെടുത്തില്ല എന്നുള്ള ഒരു വിവാദം കൂടി ഉയർന്നു വന്നത്. ആ വിഷയത്തിലൊക്കെ അദ്ദേഹം മറുപടി നൽകുകയായിരുന്നു. അതിനിടയിൽ ചോദിച്ച ഒരു ചോദ്യമാണ് ഈ അനുനയ നീക്കവുമായി ബന്ധപ്പെട്ട്, അൻവറുമായുള്ള അനുനയ നീക്കവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഇപ്പോഴും തുടരുന്നു എന്നതാണ് അറിയാതെയെങ്കിലും VS ജോയി ഈ ഘട്ടത്തിൽ പറഞ്ഞു പോയത് എന്നുള്ളതാണ്. എന്തായാലും കൂടുതൽ നമുക്ക് വിശദമായി സംസാരിക്കണം, ചർച്ച ചെയ്യണം ഈ വിഷയം. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. നിലമ്പൂരിലേക്ക് തന്നെയാണ് പോകുന്നത്. പോരാട്ടം മുറുകുന്നു. നിലമ്പൂരിലെ UDF കൺവെൻഷനിൽ പാണക്കാട് കുടുംബാംഗങ്ങൾ പങ്കെടുക്കാത്തതിൽ രാഷ്ട്രീയ വിവാദം മുറുകുകയാണ്. PV അൻവറിന്റെ മുന്നണി പ്രവേശനം സംബന്ധിച്ച് UDF-ൽ തർക്കങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അസാന്നിധ്യം ചർച്ചയാകുന്നത്. മുൻ KPCC അധ്യക്ഷന്മാരായ K സുധാകരനും രമേശ് ചെന്നിത്തലയും യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. എന്തായാലും ഈ വിവാദങ്ങൾക്കിടെ പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഇന്ന് ആര്യാടൻ ഷൗക്കത്തിന്റെ പഞ്ചായത്ത് പര്യടനം അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി CV അനുമോദ് അല്പസമയത്തിനകം തന്നെ നമുക്കൊപ്പം ചേരും. ഈ പഞ്ചായത്ത് തല പര്യടനം, അതിന്റെ ഉദ്ഘാടനം അല്പസമയത്തിന് അകം തന്നെ നടക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായിട്ടാണ് DCC പ്രസിഡന്റ് VS ജോയി അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടത്. ഈ വിഷയങ്ങളിലൊക്കെ അദ്ദേഹത്തോട് ചോദ്യങ്ങളുണ്ടായിരുന്നു. സ്വാഭാവികമായ തിരക്കുകൾ മൂലമാണ് പാണക്കാട് കുടുംബത്തിൽ നിന്ന് ആരും കഴിഞ്ഞ ദിവസം ആ നിർണായകമായ UDF കൺവെൻഷനിൽ പങ്കെടുക്കാതിരുന്നത് എന്ന ഉത്തരമാണ് അദ്ദേഹം നൽകിയത്. അപ്പോൾ വീണ്ടും ചോദ്യങ്ങൾ ഉയർന്നു. ഇപ്പോൾ ഈ അബ്ബാസ് അലി ശിഹാബ് തങ്ങളെ ഈ പര്യടനത്തിന്റെ ഉദ്ഘാടകനായി വെച്ചത്, അത് ഈ വിവാദങ്ങൾ മാധ്യമങ്ങൾ ചർച്ചയാക്കിയതിനു ശേഷം എടുത്ത ഒരു തിരക്കിട്ട തീരുമാനമല്ലായിരുന്നോ? ഈ വിവാദം ഒഴിവാക്കാൻ വേണ്ടി ഉണ്ടായ ഒരു തീരുമാനമല്ലേ അത് എന്ന ചോദ്യത്തിന് അത്തരം ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല എന്നതാണ് അദ്ദേഹം നൽകിയ മറുപടി. നേരത്തെ തന്നെ ഇത്തരത്തിൽ ജില്ലയിൽ നടക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിയുടെ പര്യടനത്തിൽ ഉദ്ഘാടകനായി പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങളെ തന്നെയായിരുന്നു ചുമതലപ്പെടുത്തിയിരുന്നത് എന്ന് തന്നെയാണ് അദ്ദേഹം മറുപടി നൽകിയത്. അതിനിടയിൽ അൻവർ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. കൂടുതലായി നമുക്ക് CV അനുമോദിനോട് ചോദിക്കാം. അനുമോദ്,
ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായും ചർച്ചാ വിഷയമായി നിൽക്കുന്നത് ഈ പാണക്കാട് കുടുംബാംഗങ്ങൾ എന്തുകൊണ്ട് ഇന്നലെ നടന്ന നിർണായകമായ UDF കൺവെൻഷനിൽ പങ്കെടുത്തിരുന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം ഈ അൻവർ വിഷയത്തിൽ ലീഗും കോൺഗ്രസും തമ്മിൽ ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തങ്ങൾ കുടുംബത്തിൽ നിന്ന് ആരെയും UDF കൺവെൻഷനിൽ കാണാതിരുന്നപ്പോൾ അത് വലിയ ചർച്ചയായതും. ഏത് തലത്തിലൊക്കെയാണ് നിലമ്പൂരിൽ ഈ വിഷയം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയമായി ഇപ്പോൾ? ആര്യ, ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസിന് പിഴവ് പറ്റിയോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. കാരണം പാണക്കാട് തങ്ങൾ കുടുംബത്തിലെ ഒരാളെ കൺവെൻഷനിൽ പങ്കെടുപ്പിക്കാതിരുന്നത് ആരുടെ പിഴവാണ്? അതിൻ്റെ മുഖ്യ സംഘാടകരായ കോൺഗ്രസ് അത് ആ ഒരു പിഴവ് അംഗീകരിക്കുന്നുണ്ടോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അദ്ദേഹത്തെ എപ്പോഴാണ് ക്ഷണിച്ചത്, ആരാണ് ക്ഷണിച്ചത് എന്ന ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ PV അൻവർ വിഷയത്തിൽ നിലവിൽ തന്നെ ലീഗും കോൺഗ്രസും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കെ അത് പരസ്യമായി വന്നില്ലെങ്കിൽ പോലും പാർട്ടിക്ക് മുന്നണിക്കുള്ളിൽ വലിയ ചർച്ചകൾ ഇതിനെ ചൊല്ലി നടന്നുകൊണ്ടിരിക്കുകയാണ്. പാണക്കാട് കുടുംബം അൻവറിന് വേണ്ടി സാദിഖ് അലി ശിഹാബ് തങ്ങളൊക്കെ വലിയ സമ്മർദ്ദം ചെലുത്തിയെന്ന് അൻവറും എല്ലാം തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഈ ഒരു ഘട്ടത്തിൽ പാണക്കാട് കുടുംബത്തിൽ ഒരാളും ആര്യടൻ ഷൗക്കത്തിൻ്റെ ഈ ഒരു കൺവെൻഷനിൽ എത്തിയില്ല എന്നുള്ള വിഷയം ചർച്ചയാകുന്നത്. ഇത് സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷം നമ്മളിന്ന് രാവിലെ സ്ഥാനാർത്ഥി M സ്വരാജിനെ കണ്ടപ്പോൾ അദ്ദേഹം രാഷ്ട്രീയമായിട്ട് വിവാദങ്ങളിലേക്കൊന്നും പോകുന്നില്ല, അവരുടെ കൺവെൻഷൻ ആര് വരുന്നു പോകുന്നു എന്നുള്ളത് ഞങ്ങളുടെ വിഷയമല്ല എന്ന് പറഞ്ഞൊഴിയുകയാണെങ്കിൽ പോലും ഇത് മുന്നണിക്കുള്ളിൽ ഒരു ചെറിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. അത് മറികടക്കുവാൻ ഇപ്പോൾ അബ്ബാസ് അലി തങ്ങളെ പഞ്ചായത്ത് പര്യടനത്തിന് ഉദ്ഘാടകനായി ഇന്ന് നിശ്ചയിച്ചു. ഈ ഉദ്ഘാടകനായി പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങളെ വിളിച്ചത് അത് ഇന്നലെ എടുത്ത ഒരു പെട്ടെന്നുള്ള ഒരു തീരുമാനമാണ് എന്നുള്ള നിലയിലുള്ള ചർച്ചകളും ഉയരുന്നുണ്ടല്ലോ. അതായത് ഈ പാണക്കാട് കുടുംബാംഗങ്ങൾ ആരും UDF കൺവെൻഷനിൽ പങ്കെടുത്തില്ല, അത് ലീഗും കോൺഗ്രസും തമ്മിലുള്ള അതൃപ്തിയാണ് കൂടുതൽ വ്യക്തമാക്കുന്നത് എന്നുള്ള വിവാദം കത്തിപ്പടർന്നതിന് ശേഷം അത് അണയ്ക്കുവാൻ വേണ്ടി എടുത്തൊരു തീരുമാനം എന്നുള്ള നിലയിൽ പോലും അവിടെ കാര്യങ്ങൾ നിലനിൽക്കുന്നില്ലേ? തീർച്ചയായും ഇതൊരു മുറിവ് മായ്ക്കാനുള്ള ശ്രമം, ഒരു പാച്ചപ്പ് വർക്ക് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെയുള്ള ശ്രമമായിട്ട് വേണം ഇതിനെ കാണുവാൻ. കാരണം ഇന്നലെ ഇത്രയും സംസ്ഥാന നേതാക്കളും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ACC വർക്കിംഗ് പ്രസിഡന്റും ഉദ്ഘാടകനായി എത്തിയ വേദിയിലാണ് പാണക്കാട് കുടുംബത്തിൽ ആരും തന്നെ ഇല്ലാതെ ഇരുന്നത്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഹജ്ജിന് പോയിരിക്കുന്നു, മുനവർ അലി ശിഹാബ് തങ്ങൾ ദുബായിലാണ്. അത് രണ്ടും വിദേശത്താണെന്ന് പറയാം. പക്ഷേ എന്തുകൊണ്ട് അബ്ബാസ് അലി തങ്ങളെ പങ്കെടുപ്പിച്ചില്ല എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അവരുടെ സാന്നിധ്യം അത് ലീഗിൻ്റെ ഒരു അടയാളപ്പെടുത്തലാണ്. പാണക്കാട് കുടുംബത്തിൻ്റെ സാന്നിധ്യം ഒരു വേദിയിൽ ലീഗിൻ്റെ അടയാളമാണ്. സ്വാഭാവികമായിട്ടും അവരില്ലെങ്കിൽ അത് ഒരു കൃത്യമായിട്ട് ചോദ്യങ്ങൾ ഉയരുക തന്നെ ചെയ്യും, വിമർശനങ്ങൾക്ക് അത് വഴിയൊരുക്കുക തന്നെ ചെയ്യും. അപ്പോൾ അത് മറികടക്കാനുള്ളൊരു ജാഗ്രത കോൺഗ്രസ് കാണിക്കണമായിരുന്നു, സംഘാടകർ കാണിക്കണമായിരുന്നു. ഇപ്പോൾ ചെയ്യുന്നത് നേരത്തെ തന്നെ ലീഗ് കോൺഗ്രസ് ഭിന്നത എന്ന തരത്തിലുള്ള പ്രചരണം ശക്തമായിരിക്കുക, അത്തരത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന പ്രചാരണം അതിശക്തമായിരിക്കെ അതിനെ ആക്കം കൂട്ടുക, അതിന് വീണ്ടും ആഴം കൂട്ടുക എന്ന തരത്തിലേക്കാണ് പുതിയ വിവാദങ്ങൾ വരുന്നത്. പുറമേക്ക് ഇതെല്ലാം പാച്ചപ്പ് ചെയ്ത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരേക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാണ് UDFന് ശ്രമമെങ്കിൽ പോലും തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമല്ലാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും UDFിൽ പൊട്ടിത്തെറിക്ക്, ലീഗ് കോൺഗ്രസ് ഭിന്നതയ്ക്ക്, പരസ്യമായ ഭിന്നതയ്ക്ക് വഴിയൊരുക്കുക തന്നെ ചെയ്യും. നിലവിൽ നടത്തുന്ന ശ്രമങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കൂടുതൽ ഈ ഒരു വിവാദങ്ങൾക്ക് ആഴമുണ്ടാക്കാതിരിക്കാൻ, വിവാദം കൊടുക്കാതിരിക്കാൻ വേണ്ട നടപടികളായിട്ട് തന്നെ വേണം കാണുവാൻ. ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് നേതാക്കൾ പറയുന്നത് സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് കാലത്ത് നടത്തുന്ന ഒരു പരസ്യമായി നടത്തുന്ന ഒരു മാന്യതയാണ്. അതിനപ്പുറത്തേക്ക് ഈ വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുത തന്നെയാണ് ഈ അബ്ബാസ് അലി ശിഹാബ് തങ്ങളെ ഇതിലേക്ക് ക്ഷണിക്കുന്നതിൽ സംഘാടകർക്ക് പിഴവ് പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വലിയ ഒരു വിഭാഗം ലീഗ് പ്രവർത്തകരും കരുതുന്നത്. നേതാക്കൾക്കും അതേ അഭിപ്രായമാണെങ്കിൽ ഒരു പരസ്യമായിട്ട് അത്തരത്തിൽ ഒരു പരാമർശത്തിലേക്കോ വിവാദത്തിലേക്കോ അവർ ഒരുങ്ങില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായും CV അനുമോദാണ് വിവരങ്ങൾ നൽകുന്നത്. ഒപ്പം MS അനീഷ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അനീഷ്, ഇപ്പോൾ അനുമോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ മുറിവുണക്കുവാൻ വേണ്ടി നടത്തുന്ന തിരക്കിട്ട ചില നീക്കങ്ങൾ എന്നത് ആ തരത്തിലാണോ പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന്റെ പഞ്ചായത്ത് പര്യടനം ഉദ്ഘാടനം ചെയ്യാൻ വരുന്നു, അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്യുന്നു എന്ന ഈ നീക്കത്തിനെ നോക്കിക്കാണേണ്ടത്? അനീഷ്, കേൾക്കുന്നുണ്ടോ? അനീഷ് ചോദിച്ചത്, അതായത് ഇപ്പോൾ ലീഗും കോൺഗ്രസും തമ്മിലുള്ള അസ്വാരസ്യം, യെസ്,
അനീഷിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. എന്തായാലും ഈ വിവാദം വലിയ രീതിയിൽ നിലമ്പൂരിൽ കൊഴുത്തുകൊണ്ടിരിക്കുകയാണ്. ലീഗും കോൺഗ്രസും തമ്മിൽ അൻവർ വിഷയത്തിൽ ഉടക്കിയതും അസ്വാരസ്യങ്ങൾ പുകയുന്നതും നമുക്കറിയാവുന്ന കാര്യമാണ്. ആ ചർച്ചകൾ സജീവമായി നിൽക്കുന്നതിനിടയിലാണ് ഇന്നലെ നടന്ന UDF കൺവെൻഷനിൽ ഇത്തരത്തിൽ പാണക്കാട് കുടുംബത്തിൽ നിന്ന് ആരും പങ്കെടുത്തില്ല എന്നുള്ള വിവാദം കൂടി ഉയർന്നു വന്നത്. ആ വിവാദങ്ങൾക്ക് തിരശ്ശീല ഇടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഇന്ന് നടക്കാൻ പോകുന്ന, ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്ന, അല്പസമയത്തിനകം ആരംഭിക്കാൻ പോകുന്ന ആര്യാടൻ ഷൗക്കത്തിന്റെ പഞ്ചായത്ത് പര്യടനത്തിന് ഉദ്ഘാടകനായി ഇന്നലെ രാത്രിയോട് കൂടിയിട്ടാണ് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് അവിടെ നിന്നുള്ള രാഷ്ട്രീയ വിവാദങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ അതേസമയം തന്നെ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതാണ് ഉദ്ഘാടകനായി അദ്ദേഹത്തെ തന്നെ എന്നുള്ളത് DCC പ്രസിഡന്റ് VS ജോയി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന്റെ പഞ്ചായത്ത് പര്യടനം, അതിന്റെ ഉദ്ഘാടനം, പ്രചാരണത്തിന്റെ ഉദ്ഘാടനം ഔദ്യോഗികമായി ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കാൻ പോവുകയാണ്. ആ ചടങ്ങുകളുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ നിലമ്പൂരിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്നാണ്. മുന്നണി സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ 12 പേരാണ് മത്സര രംഗത്തുള്ളത്. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം മറ്റന്നാളുമാണ്. അനീഷ് കുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. അനീഷ്, ഈ നോമിനേഷന്റെ സ്ക്രൂട്ടണിയുടെയും കാര്യത്തിലേക്ക് നമുക്ക് എത്തണം. അതിന് മുന്നോടിയായി ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിന്റെ പഞ്ചായത്ത് പര്യടനത്തിന്റെ ഉദ്ഘാടനം അവിടെ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായി DCC പ്രസിഡന്റ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പോൾ കത്തി നിൽക്കുന്ന ഈ ലീഗും കോൺഗ്രസ് അസ്വാരസ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലൊക്കെ അദ്ദേഹം പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ നമുക്ക് ഈ രാഷ്ട്രീയ സാഹചര്യത്തെ വായിച്ചെടുക്കാൻ കഴിയും? അതോടൊപ്പം അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അൻവർ വിഷയത്തിൽ ഇപ്പോഴും ഒരു അടഞ്ഞ വാതിൽ എന്ന നിലയിലല്ല കാര്യങ്ങൾ, ചർച്ചകൾ നടക്കുന്നു എന്ന് അദ്ദേഹം അറിയാതെ പറഞ്ഞു പോയോ എന്തോ ഒരു സാഹചര്യം കൂടിയില്ലേ? തീർച്ചയായും അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വന്നു. പക്ഷെ അത് ഒരു കൃത്യമായ ഒരു പ്രതികരണമാണെന്ന് കരുതാൻ കഴിയില്ല. അദ്ദേഹം പക്ഷേ ഇനി ചർച്ചകൾ ഇല്ലയോ എന്ന ചോദ്യത്തിന് അങ്ങനെയും എല്ലാവരുടെയും വോട്ടുകൾ വേണമെന്നാണ് പിന്നീട് പറഞ്ഞത്. കാരണം തെരഞ്ഞെടുപ്പ് കാലമാണ്, ആരെയും പൂർണ്ണമായി തള്ളി മുന്നോട്ട് പോകാത്ത രീതിയിലൊരു പ്രവർത്തനമാണ് സ്ഥാനാർത്ഥിയുടെയും അവരുടെ പ്രചാരകരുടെയും ഭാഗത്തുനിന്നുമൊക്കെ ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ ഒരു വാക്ക് പറഞ്ഞപ്പോൾ PC വിശ്വനാഥ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് പോകും. കൺവെൻഷൻ ഇന്നലെ ഞങ്ങളെല്ലാം ഒരുപാട് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പോയിട്ടുള്ളവരാണ്. ഞങ്ങൾ തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച പാലക്കാട്ടെയും പുതുപ്പള്ളിയിലെയും തൃക്കാക്കരയിലെയും കൺവെൻഷനേക്കാൾ വിജയകരമായ കൺവെൻഷനായിരുന്നു. ഒരു കാര്യം ശ്രദ്ധിച്ചത്, അവസാന സ്ഥാനാർത്ഥിയും കഴിഞ്ഞ് നന്ദി പറയുന്നതുവരെ ഒരു പ്രവർത്തകൻ പോലും സീറ്റിൽ നിന്ന് എഴുന്നേക്കാതെ വലിയ ആവേശത്തിലും സമർപ്പണത്തിലും നമ്മളെക്കാൾ വലിയ ഉത്തരവാദിത്തത്തിലും UDFന്റെ പ്രവർത്തകർ ഈ മണ്ഡലത്തിൽ നിരക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കൺവെൻഷനോടുകൂടി ഞങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം വന്നിരിക്കുകയാണ്. ഒരു കാര്യം ഇപ്പോ വിനയത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ്. ഈ സർക്കാരിനെ വിചാരണ ചെയ്ത് ജനങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന ഒരു പോരാട്ടമാണ്. ഈ സർക്കാർ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാനാണ് ശ്രമിച്ചത്. മുഖ്യമന്ത്രി ഇവിടെ വന്ന് പ്രസംഗിച്ചപ്പോൾ പോലും ഗവൺമെന്റിന്റേതായ ഒരു രാഷ്ട്രീയമൊന്നും പറഞ്ഞായിട്ട് ഞാൻ കണ്ടില്ല. പക്ഷെ ഇവിടെ ആശാ വർക്കർമാരുടെ പ്രതിഷേധം ഉണ്ടാകും, വന്യമൃഗശല്യത്തിൽ ദുരിതമനുഭവിക്കുന്ന ജനങ്ങളുടെ പ്രശ്നം ഉണ്ടാകും, ഇവിടെ PSC വഴി നിയമനം കിട്ടാത്ത ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം ഉണ്ടാകും, 1.5 കൊല്ലമായി പെൻഷൻ കിട്ടാത്ത നിർമ്മാണ തൊഴിലാളികളുടെ പ്രതിഷേധം ഉണ്ടാകും, വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാകും, ദേശീയപാതയിൽ ഭീതിയിൽ കഴിയുന്ന അതുവഴി യാത്ര ചെയ്യുന്ന ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാകും. ആ പ്രതിഷേധമെല്ലാം കൂടി ഒരുമിച്ച് വരുന്ന ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടമായിരിക്കും. ഈ ഗവൺമെന്റിനെ ഞങ്ങൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 എന്ന് എണ്ണി വിചാരണ ചെയ്ത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങളുടെ മുമ്പാകെ തുറന്നു കാട്ടി നിലമ്പൂരിൽ ഞങ്ങൾ ഉജ്ജ്വലമായ രാഷ്ട്രീയ വിജയം നേടും. ശ്യാം അത് ചോദിച്ചത് നന്നായി. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾക്കൊരു അഭ്യർത്ഥനയുണ്ട്. സാധാരണ മാധ്യമങ്ങൾ
മാധ്യമങ്ങൾ എടുക്കുന്നത് ഒരു ആന്റി എസ്റ്റാബ്ലിഷ്മെന്റ് പൊസിഷനാണ്. എപ്പോഴും മാധ്യമങ്ങൾ പ്രതിപക്ഷമാണെന്ന് പറയാറുണ്ട്. പക്ഷേ ദേശീയ മാധ്യമങ്ങൾ കുറെ കാലമായിട്ട് ഭരിക്കുന്നവരുടെ കൂടെയാണ്. കുറച്ചു ദിവസമായിട്ട് കേരളത്തിലും അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലത്തെ ആരോപണമൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അത് മാധ്യമങ്ങളുടെ വിശ്വാസ്യത കളയും. ഇന്നലെ പ്രസംഗിച്ചപ്പോൾ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു, നിങ്ങളിത് എന്റെ ഇപ്പൊ ഇത് പിടിക്കുന്നുണ്ടെങ്കിലും കൊടുക്കുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയുകയാണ്. അദ്ദേഹം പറഞ്ഞു, മക്കത്ത് നിന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ എല്ലാം ശരിയല്ലേ? നമ്മുടെ പ്രസിഡന്റ്, ലീഗിന്റെ പ്രസിഡന്റ്, ഞങ്ങളെ UDFന്റെ പരമോന്നത നേതാവ് അദ്ദേഹം ചോദിക്കുകയാണ്, ഇവിടെ എല്ലാം ഓക്കെ അല്ലേ, കുഴപ്പങ്ങളൊന്നുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം മക്കത്താണ്, ഹജ്ജ് ചെയ്യുകയാണ് എന്നറിഞ്ഞിട്ട് തൊട്ടു പിന്നാലെ പാണക്കാട് പിന്നെ കുടുംബം വിട്ടുനിന്നു എന്ന് പറഞ്ഞിട്ടൊരു നെഗറ്റീവ് ന്യൂസ് നിങ്ങൾ ഞങ്ങൾക്കെതിരെ കൊടുത്തത് എന്തിനാണ്? അതിന്റെ തലേദിവസം മുനവറലി ഞങ്ങൾ ഒരുമിച്ചാണ് പരിപാടി കഴിഞ്ഞിട്ട് രാജറാണി എക്സ്പ്രസിൽ ഞാനും മുനവറലി തങ്ങളും ഇവിടുത്തെ പരിപാടി പങ്കെടുത്തിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ്. ഞാൻ പോയിട്ട് ഞാൻ പിന്നെ തിരിച്ചു വന്നതാണ്. ഇന്ന് അബ്ബാസ് അലി തങ്ങളാണ് രാവിലെ ഇത് ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്നത്. ഇതെല്ലാം അറിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒറ്റ രാത്രി കൊണ്ട് ഇങ്ങനെ ഒരു കുത്തിത്തിരിപ്പ് വാർത്ത കൊടുത്താൽ എന്ത് സുഖം കിട്ടും? ഇതൊരു പിറ്റേ ദിവസം രാവിലെ പൊളിയുന്നതാണെന്ന് അറിഞ്ഞുകൊണ്ട് ഈ വാർത്ത കൊടുത്തിട്ട് എന്ത് ചെയ്യാനാണ്? ഞാൻ ഒരു കാര്യം പറയാം, എന്ത് വാർത്ത നിങ്ങൾ നെഗറ്റീവായിട്ട് കൊടുത്താലും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കും, നിങ്ങളുടെ വിശ്വാസ്യത പോകും. മറ്റുദ്ദേശമൊന്നും ഇല്ലാതെ അബദ്ധത്തിൽ പോയി വാർത്ത കൊടുക്കുന്നവരാണെങ്കിൽ പിന്മാറണം. മറ്റുദ്ദേശത്തിൽ വാർത്ത കൊടുക്കുന്നവരെ പിന്മാറ്റാൻ നമുക്ക് ആർക്കും കഴിയില്ല. അവര് അത് ചെയ്തോട്ടെ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്, നമ്മളാരും പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇങ്ങനെ വാർത്ത കൊടുക്കുന്ന മാധ്യമപ്രവർത്തകരെ ഇവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി സ്വരാജ് മുമ്പ് ഒരു പദപ്രയോഗം നടത്തിയിരുന്നു അവർക്കെതിരെ. ഞാനത് പറയൂല, ഞങ്ങൾ ആരും അത് പറയില്ല. സ്വരാജ് പണ്ട് ഇങ്ങനെ വാർത്ത കൊടുക്കുന്നവരോട് അല്ലെങ്കിൽ അയാൾക്ക് എതിരായ വാർത്ത, ഞങ്ങൾക്കിപ്പോ എതിരായാലും ഞങ്ങളത് പറയില്ല. നിങ്ങൾ എത്ര എതിരായി ഞങ്ങൾക്ക് വാർത്ത കൊടുത്താലും സ്വരാജ് പണ്ട് മാധ്യമങ്ങളെ കുറിച്ച് വിളിച്ചത് ഞങ്ങളാരും വിളിക്കില്ല. പക്ഷേ അങ്ങനെ നെഗറ്റീവ് വാർത്ത കൊടുത്ത് UDF തോക്കില്ല. ഇവിടെ UDF ലീഗാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേരും നെറുവുള്ള ഒരു പാർട്ടിയാണ്. ആ പാർട്ടി നേരെ നിന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ UDFന്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അപ്പോഴാണ് രമേശ് ചെന്നിത്തല വന്നില്ല. മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത രമേശ് ചെന്നിത്തല ആ വിട്ടുനിന്നു എന്ന് പറഞ്ഞാല് അപ്പൊ മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തിട്ട് പിന്നെ പോയി വിട്ടുനിന്നതാണോ? സുധാരേട്ടൻ കോട്ടക്കൽ ചികിത്സയ്ക്ക് പോകാനിരുന്നതാണ് 14 ദിവസത്തേക്ക്. ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇനി ചികിത്സ ഇലക്ഷന് ശേഷമുള്ളൂ എന്ന് പറഞ്ഞ സുധാകരേട്ടനെ കുറിച്ചൊക്കെ നിങ്ങൾ ഇങ്ങനെ രമേശ് ചെന്നിത്തല വിട്ടുനിന്നു, സുധാകരൻ വിട്ടുനിന്നു എന്നൊക്കെ വാർത്ത കൊടുക്കുമ്പോ ഞാൻ പറഞ്ഞത് അത് ശരിക്കും ഞങ്ങൾക്ക് ഇച്ചിരി പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രയാസത്തിന്റെയും കൂടെ ഇരട്ടി പണി ഞങ്ങളുടെ പ്രവർത്തകരങ്ങ് എടുക്കും. അത്രേ ഉള്ളൂ. അല്ല, ഇത് ഇപ്പം ഇനിയിപ്പം ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. അത്ര കൃത്യമായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഈ വാർത്തകളുടെ കാര്യത്തിൽ ഇപ്പം ഒരു അനുഭവം പാലക്കാട് നിന്ന് കുറച്ചൊക്കെ മാധ്യമങ്ങൾ പഠിച്ചിട്ടുണ്ടാവുന്ന ഞങ്ങൾ കരുതിയത്. അന്ന് ഞങ്ങൾ എല്ലാവരോടും പറഞ്ഞതാണ്, ഈ ഫ്ലാഷ് ന്യൂസുകളും തലക്കെട്ടുകളും എല്ലാം ഇവിടുത്തെ റിസൾട്ടായിട്ട് വരാൻ പോകുന്നത്. നിങ്ങളത് എഴുതി വെച്ചോ, റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ പാലക്കാട് ഞങ്ങൾ ജയിക്കുമെന്ന് പറഞ്ഞപ്പോഴും ഒട്ടും പ്രാധാന്യമില്ലാത്ത ആളുകളെ പോലും പിടിച്ചിരുത്തി 1 മണിക്കൂർ ലൈവ് കൊടുത്തിട്ട് ഞങ്ങളെല്ലാം കൂടെ കൊഴിഞ്ഞുപോയി, ഞങ്ങളെല്ലാം തീർന്നു, അവസാനിച്ചു എന്നുള്ള രീതിയിൽ പ്രചരണം നടത്തി. ഞങ്ങളെന്തോ വലിയ സമ്മർദ്ദത്തിലാണെന്ന് പറഞ്ഞ് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് അവരുടെ ഒരു പരിപാടി നടത്തുന്നത് കണ്ടപ്പോഴത്തേക്കും ഒരു മാധ്യമം അന്ന് റിപ്പോർട്ട് ചെയ്യാണ്, ഇപ്പുറത്ത് ചങ്കിടിപ്പാണ്, ഞങ്ങളെ കഴിഞ്ഞു തീർന്നു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞതാണ്. ജനങ്ങളുടെ പൾസാണ് ഞങ്ങളെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസം. ജനങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്ന് അവരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ കരുത്ത്. അതിനെ തന്നെയാണ് ഞങ്ങൾ റിലൈ ചെയ്യുന്നത്. ഒരു വാർത്തയും ഞങ്ങളെ എത്രത്തോളം ബോധപൂർവം ക്ഷീണിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ മുന്നോട്ട് വെക്കുന്നതാണെങ്കിലും അതൊന്നും ഞങ്ങളെ തളർത്താൻ പോകുന്ന ഒന്നല്ല. ഇന്നലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരുടെ യോഗത്തിൽ മുസ്ലിം ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പറഞ്ഞത്, ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്വം കൂടിയാണ്, ഞങ്ങൾ ഏൽക്കുന്നു, വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഈ നിലമ്പൂരിൽ നിന്ന് ആര്യാടൻ ഷൌക്കത്തിനെ നിയമസഭയിലേക്ക് എത്തിച്ചിരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ റിവ്യൂ പ്രവർത്തനങ്ങളിലൊക്കെ ഭാഗമായിട്ട് പോലും അത്ര സ്ട്രോങ് ആയിട്ട് പറയുമ്പോൾ നേരത്തെ പ്രസിഡന്റ് പറഞ്ഞ വാചകം ഉപയോഗിക്കുന്നു, കുത്തിത്തിരിപ്പ് വാർത്തകൾ ഞങ്ങളുടെ ആത്മവിശ്വാസം കെടുത്തുമെന്നോ ഇവിടുത്തെ റിസൾട്ടിനെ സ്വാധീനിക്കുമെന്നോ അത് ആഗ്രഹിക്കുന്ന ആരും മോഹിക്കേണ്ടതില്ല എന്ന് മാത്രം പറയുന്നു. ഒരു കാര്യം കൂടെ ആഡ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുക, മുഖ്യമന്ത്രി ചതിയെ പറ്റിയൊക്കെ പറഞ്ഞു, വലിയ ചതിയെ സംബന്ധിച്ചൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടന്ന എല്ലാ മുന്നൊരുക്കങ്ങളിലും എല്ലാ യോഗങ്ങളിലും പങ്കെടുത്ത ഒരാളെ
PC വിശ്വനാഥും ഷാഫി പറമ്പിലുമാണ് അവിടെ മാധ്യമങ്ങളെ കണ്ടത്. നിലമ്പൂരിൽ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ലീഗ് കോൺഗ്രസ് ഭിന്നത, അസ്വാരസ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് കൂട്ടിച്ചേർത്ത് വായിച്ചത് നമ്മൾ UDF കൺവെൻഷനിൽ ഇന്നലെ. പാണക്കാട് കുടുംബാംഗങ്ങൾ ആരും പങ്കെടുത്തില്ല എന്നുള്ള വിഷയം. ആ വിഷയത്തിൽ വിവാദങ്ങളിലൊക്കെ പ്രതികരിക്കുകയായിരുന്നു കോൺഗ്രസ് നേതാക്കന്മാർ. മാധ്യമങ്ങൾക്കാണ് വിമർശനമുള്ളത്. പ്രത്യേക അജണ്ട സെറ്റ് ചെയ്തതുമല്ല, അവിടെ നടന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾക്ക്, വാർത്തയാക്കിയ മാധ്യമങ്ങൾക്കാണ് വിമർശനങ്ങൾ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ വച്ചു നൽകുന്നത്. എന്തായാലും നിലമ്പൂരിലെ മറ്റു വാർത്തകൾ കൂടി നമുക്ക് നോക്കാം. നിലമ്പൂരിൽ LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ പര്യടനം തുടരുകയാണ്. പോത്തുകല്ല് പഞ്ചായത്തിലാണ് സ്ഥാനാർത്ഥിയുടെ ഇന്നത്തെ പര്യടനം ആരംഭിച്ചത്. UDF കൺവെൻഷനിൽ ലീഗ് നേതാക്കൾ പങ്കെടുക്കാത്ത വിഷയത്തിൽ പ്രതികരിക്കാനില്ലെന്നും M സ്വരാജ് ന്യൂസ് 18നോട് പറഞ്ഞു. LDF സ്ഥാനാർത്ഥി M സ്വരാജിന്റെ ഇന്നത്തെ പര്യടനം സ്വന്തം നാട്ടിലൂടെയാണ്, പോത്തുകൽ പഞ്ചായത്തിലൂടെയാണ്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നു. സഖാവേ, സ്വന്തം നാട്ടിലുള്ള പ്രചരണം എങ്ങനെയാണ്? ഇവിടെ നിന്ന് ഇന്നത്തെ പര്യടനം ആരംഭിക്കുകയാണ്. ഇത് വെള്ളിമുറ്റത്തിന്റെ അങ്ങേപ്പൊളി കുറച്ച് മുകളിലേക്ക് കയറിയ മുരുകാഞ്ഞിര എന്നൊരു സ്ഥലമുണ്ട്. അത് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ടായ മുട്ടിപ്പാലം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ മുട്ടിപ്പാലത്തിന്റെ മേളിലാണ് മലയാങ്കുണ്ട് എന്ന് പറഞ്ഞൊരു സ്ഥലം. അത് ശരിക്കും ഒരു മലയുടെ താഴ്വാരമാണ്. കിഴക്കൻ കർണാട്ടിലെ ശരിയായ ഒരു താഴ്വാരമാണ്, ഒരു കൊച്ചു ഗ്രാമം. അവിടെയാണ് ഞാൻ ജനിച്ചു വളർന്നത്. അപ്പം നമ്മുടെ നാട്ടുകാരനാണ് നയിക്കുന്നത്. ഈ അബ്ദുപ്പാക്കൊക്കെ പറഞ്ഞത് ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ. അപ്പോൾ പഴയ ചുങ്കത്തറ പഞ്ചായത്തിന്റെ പ്രദേശങ്ങളായിരുന്നു ഇതെല്ലാം. അവിടെ ഇന്ന് സ്വീകരണം ആരംഭിക്കുന്ന ഈ വെള്ളിമുറ്റമൊക്കെ അന്നത്തെ കാലത്ത് തന്നെ, അന്ന് ഇവിടെ നിങ്ങൾ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ യുവരശ്മി എന്ന് പറഞ്ഞൊരു വായനശാല കാണാൻ പറ്റും. യുവരശ്മി വായനശാലയുടെ കെട്ടിടം പുതിയതായിരിക്കും, പക്ഷെ അന്ന് മുതലേ ആ വായനശാലയും അതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെ ഉള്ള ആളുകളെല്ലാം ഇതിൻ്റെ തൊട്ട് അയൽപ്രദേശത്തുള്ള ഒരാളെന്ന നിലയ്ക്ക് മിക്കവാറും ഇപ്പോൾ ഏറ്റവും പുതിയ തലമുറയിലെ ആളുകളെ ഒരുപക്ഷെ അത്രയ്ക്ക് പരിചയം ഉണ്ടാവില്ല. ബാക്കിയുള്ള ആളുകളുമെല്ലാം പരിചയവും ഹൃദയബന്ധമുള്ളൊരു നാടാണ്. ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് പര്യടനം. കുറച്ചുകൂടി കഴിഞ്ഞാൽ അടുത്ത ഇവിടെ പൂളപ്പാടത്താണോ? ഇവിടെ മുരുകാഞ്ചരമാണ്. മുരുകാഞ്ചരം കഴിഞ്ഞാൽ പാതാറ് കഴിഞ്ഞാൽ പൂളപ്പാടം സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ സ്വന്തം വീട്ടിലേക്ക് വരുന്ന ഒരു പ്രതീതിയാണ് ഈ നാട്ടിലേക്ക് വീണ്ടും വരുന്നൊരു സമയത്ത്. ആ ഒരു സന്തോഷവും ആഹ്ലാദവും എല്ലാം തീർച്ചയായും ഉണ്ട്. മുമ്പ് നമ്മൾ പാതാറിൽ ഉരുൾപൊട്ടിയ സമയത്താണ് നമ്മൾ അന്ന് കണ്ടിരുന്നത്. അന്ന് അവിടെ സജീവമായിട്ട് പല മേഖലകളും നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ കവളപ്പാറയിലെ ദുരിത മേഖലകളെ പുനരുജ്ജീവിപ്പിക്കാൻ സർക്കാർ വലിയ തോതിൽ പ്രവർത്തനം നടത്തിയെന്ന് സർക്കാർ അവകാശപ്പെടുന്നുണ്ട്. അൻവറും അത് അവകാശപ്പെടുന്നുണ്ട്. ഇത് രണ്ടും എങ്ങനെ കാണും? അല്ല, അത് സത്യമാണ്. ഇപ്പം സത്യം ഒരാൾ പറഞ്ഞാൽ അത് പറയുന്ന ആളോട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നുകൊണ്ട് സത്യമല്ലാതാവില്ല. ഇപ്പോൾ കവളപ്പാറയിലെ ദുരന്ത പ്രദേശത്ത് വലിയ മഹാദുരന്തമായിരുന്നല്ലോ. ഒരുപാട് പേരുടെ മൃതശരീരം പോലും തിരിച്ചു കിട്ടിയിട്ടില്ല. അവിടെ ആ മരണപ്പെട്ടവരിൽ, അന്ന് ദുരന്തത്തിൽ മരണപ്പെട്ടവരിൽ പലരും വളരെ അടുത്ത ഹൃദയബന്ധമുള്ളവരാണ്. ഞാൻ സെക്രട്ടറി ആയിരുന്ന സമയത്ത്, അവിടെ പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന സമയത്ത് ആ ലോക്കൽ കമ്മിറ്റിയുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്നവർ, പ്രത്യേകിച്ച് ശ്രീധരൻ, അതുപോലെ തന്നെ സുകുമാരൻ, ഇവരൊക്കെ അന്ന് ആ ദുരന്തത്തിൽ കൊല്ലപ്പെട്ട മനുഷ്യരാണ്. മറ്റു വാർത്തകൾ കൂടി നമുക്ക് പരിശോധിക്കാം. CPM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് നടക്കുകയാണ്. ഡൽഹിയിലാണ് യോഗം. പാർട്ടി കോൺഗ്രസ് തെരഞ്ഞെടുത്ത കേന്ദ്ര കമ്മിറ്റിയുടെ ആദ്യ യോഗമാണ് ഇന്ന് നടക്കുന്നത്. PBCC അംഗങ്ങളുടെ ചുമതല നിശ്ചയിക്കും. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുകയും ചെയ്യും. കേരളത്തിലും ബംഗാളിലും നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ യോഗം ചർച്ച ചെയ്യും. വേഗം എത്താം ഒരിടവേളയ്ക്ക് ശേഷം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ട്. അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്?
കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവ് എന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? നാലാമത്തെ പെഗിൽ ഐസ്. ദേശീയപാത നിർമ്മാണത്തിനായി കാസർഗോഡ് ചാലിങ്കാലിൽ അനുമതിയില്ലാതെ കരാർ കമ്പനി നടത്തിയ മണ്ണെടുപ്പിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. 2.5 ഏക്കറോളം വരുന്ന സ്ഥലത്ത് നടത്തിയ മണ്ണെടുപ്പിന്റെ കാഴ്ചകൾ ഞെട്ടിക്കുന്നതാണ്. കണ്ടിട്ട് മടങ്ങിയെത്താം. ദേശീയപാതയിൽ പെരിയ ചാലിങ്കാലിൽ സ്റ്റോക്ക് യാർഡിനായി അനുവദിച്ച സ്ഥലത്തിന്റെ മറവിലാണ് 2.5 ഏക്കറോളം വരുന്ന പ്രദേശത്തു നിന്ന് കരാർ കമ്പനിയുടെ വൻതോതിലുള്ള മണലെടുപ്പ്. റവന്യൂ, ജിയോളജി വകുപ്പുകളുടെ അനുമതിയില്ലാതെ നടത്തിയ മണലെടുപ്പ് കാരണം മഴ ശക്തമായതോടെ പ്രദേശത്ത് കടുത്ത പാരിസ്ഥിതിക പ്രശ്നങ്ങൾ നേരിടുകയാണ്. പല വീടുകളുടെയും തറവരെ വെള്ളം ഉയർന്നപ്പോൾ നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് ഈ ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത്. സ്ഥലത്ത് 20 അടിയിലധികം താഴ്ചയുള്ളതായി നാട്ടുകാർ പറയുന്നു. ഇത് ഈ ഹൈവേ റോഡിൻ്റെ തൊട്ട് അടുത്താണ്. മൺകൂണുകളൊക്കെ ഉണ്ടാക്കി ഇതിനെ മറച്ചു വെച്ചുകൊണ്ട് പുറത്തുനിന്ന് ഒരാൾക്കും ശ്രദ്ധിക്കാൻ പറ്റാത്ത രീതിയിൽ അവരാദ്യം മറച്ചു വെച്ചുകൊണ്ട് പിന്നീട് ഇവിടെ ഇത്തരത്തിലുള്ള കുഴികൾ ഉണ്ടാക്കി ഇവിടുന്ന് രാത്രി കാലങ്ങളിലൊക്കെയാണ് മണ്ണ് കടത്താറുള്ളത്. ഇപ്പോൾ പകൽ സമയത്ത് വണ്ടികൾ വന്ന് പല സ്ഥലങ്ങളിലുള്ള വേസ്റ്റുകളൊക്കെ കൊണ്ടുപോയി നിറക്കുകയാണ്. യാതൊരു കാരണവശാലും മെഗാ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ഇത്തരത്തിലുള്ള ഒരു രീതിയിൽ മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. ഇന്നു മുതൽ ഞങ്ങൾ ഇവിടുത്തെ വർക്ക് നിർത്തിവെക്കുന്നതിന് വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്ന് രാത്രി മുതൽ നാട്ടുകാരുടെ കെയർ ഇവിടെ ഉണ്ടാവും. ഏതു നിമിഷവും പൊട്ടി ഒഴുകാവുന്ന വൻ വെള്ളക്കെട്ട് ദേശീയപാതയിൽ നിന്ന് കേവലം 100 മീറ്റർ അകലെയാണ് രൂപപ്പെട്ടത്. വിവരമറിഞ്ഞ് പരിശോധനയ്ക്കെത്തിയ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെയും നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായി. സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലെന്നാണ് അവർ വിചാരം. അവര് ഡയറക്റ്റ് സർക്കാർ, സെൻട്രൽ ഗവൺമെന്റ് അവർക്ക് നേരിട്ട് ചെയ്യിക്കുന്നതാണ്. ഒരാളും മിണ്ടാൻ പാടില്ല, ഒരാളൊന്നും പറയാൻ പാടില്ല. മെഗാ കൺസ്ട്രക്ഷനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ രാജാവ്. ഒരു റോഡിന്റെ അപാകതകൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറയാൻ പറ്റൂല. ഇന്നിപ്പോ ഈ കേളോത്ത് മുതൽ ഇവിടെ ഈ ടോൾ ബൂത്ത് വരെ ഒരു സർവീസ് റോഡില്ല. ഈ രാമകൃഷ്ണൻ റോഡ് ഭാഗത്ത് വരുന്ന റോഡ് ഡയറക്റ്റ് റോഡിലേക്ക് കയറാണ്. പരിചയമില്ലാത്ത ആൾ വന്നു കഴിഞ്ഞാൽ 2 വീലറും കൊണ്ടുവന്ന് നേരെ കയറേണ്ടത് ഈ മെയിൻ റോഡിലേക്കാണ്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം പരിശോധനയ്ക്കെത്തിയ ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ കരാർ കമ്പനിയായ മേഗാ കൺസ്ട്രക്ഷന് അനുമതി തേടിയിട്ടില്ലെന്നും കമ്പനിക്ക് 2 ദിവസത്തിനകം കാരണം കാണിക്കൽ നോട്ടീസ് നൽകുമെന്നും അറിയിച്ചു. ന്യൂസ് 18 കാസർഗോഡ്. KV ബൈജു തന്നെ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ബൈജു, ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അശാസ്ത്രീയമായ പ്രവൃത്തികൾ എത്രത്തോളം വലിയ ദുരിതമാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഈ മഴക്കാലത്ത് പോലും നമ്മൾ കണ്ടതാണ്. അവരുടെ ജീവനും ജീവിതത്തിനും തന്നെ ഭീഷണിയായി ഇത്തരം പ്രവൃത്തികൾ മാറുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായും അതുകൊണ്ട് അവരുടെ പ്രതിഷേധമുണ്ടാകും. പക്ഷേ ഈ പ്രതിഷേധങ്ങൾ അവിടെ വിലപ്പോകുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ആര്യ, ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ അഴിമതികളും അതുപോലെ തന്നെ പരാതികളും ഉയർന്നു വരുന്നതിനിടെയാണ് ഇപ്പോൾ അശാസ്ത്രീയമായ രീതിയിൽ മണലെടുപ്പ് കാരണം ഒരു പ്രദേശമാകെ വലിയ ഭീതിയോടെ കഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇത് കണ്ണൂർ കാസർഗോഡ് ദേശീയപാതയിൽ ചാലിങ്കാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത്തരത്തിൽ ഈ സ്റ്റോക്ക് യാർഡ് ഉള്ളത്. മേഗാ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ സ്റ്റോക്ക് യാർഡാണിത്. വലിയ തോതിൽ നിർമ്മാണ വസ്തുക്കൾ കൂട്ടിയിട്ട ഈ പ്രദേശത്തിന് ഒരു കുന്നിൻ മുകളിലാണ് ഈ സ്ഥലമുള്ളത്. അതിന് തൊട്ട് പിറകിലായാണ്
വലിയ തോതിൽ അശാസ്ത്രീയമായ രീതിയിൽ മണലെടുപ്പ് നടന്നിട്ടുള്ളത്. ഇതിന് ഈ പ്രദേശത്തിന് തൊട്ടു താഴെ നിരവധി വീടുകളുണ്ട്, അതോടൊപ്പം ഒരു സ്കൂളും പ്രവർത്തിക്കുന്നുണ്ട്. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം ശക്തമായി പെയ്ത മഴയിൽ ഈ വീടുകളിലെല്ലാം പതിവ് ഇല്ലാതെ തന്നെ വലിയ തോതിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായതോടുകൂടിയാണ് നാട്ടുകാർ ഇത് പരിശോധിച്ചത്. അപ്പോഴാണ് ഇത്തരത്തിൽ വലിയ ഒരു കുഴി കണ്ടെത്തിയത്. അതായത് ഒരു തടാകത്തിന് സമാനമായ അവസ്ഥയാണ് ചാലിങ്കാലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ദേശീയ പാതയിൽ നിന്നും വെറും 100 മീറ്റർ മാത്രം മാറിയാണ് ഈ മണലെടുപ്പ് നടന്നതെന്നാണ് അതിൽ മറ്റൊരു പ്രത്യേകത. കാരണം ഏതെങ്കിലും തരത്തിൽ ഈ വെള്ളം ഇവിടുന്ന് പൊട്ടി ഒഴുകുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ദേശീയ പാതയിലേക്കായിരിക്കും കുത്തനെ ഒഴുകിയെത്തുക. അതുകൊണ്ട് തന്നെ വലിയ അപകടാവസ്ഥ അങ്ങനെയും ഈ വെള്ളക്കെട്ട് കൊണ്ടുണ്ട്. ഏതായാലും ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ സംഭവം നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് ഈ സ്ഥലത്തെത്തി പരിശോധന നടത്തി വലിയ വീഴ്ച കണ്ടെത്തി. അതായത് ഇവർ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ അനുമതി ഇല്ലാതെയാണ് ഇത്തരത്തിൽ മണലെടുപ്പ് നടത്തിയതെന്നാണ്. വളരെ എളുപ്പത്തിൽ ഈ മണ്ണിട്ട് ഈ റോഡിന് ജോലിക്കായി മറ്റും ഇവിടെ നിന്നും മണലെടുപ്പ് നടത്തിയതാണ് ഈ കമ്പനി. നമുക്കറിയാം, ഇന്നലെയാണ് പിലിക്കോട് ഒരു വലിയ 1 കിലോമീറ്ററോളം ദൂരത്തിൽ റോഡിൽ വിള്ളൽ കണ്ടെത്തിയത്. അതിന് തൊട്ട് മുൻപത്തെ ദിവസമാണ് കാഞ്ഞങ്ങാടും കൂളിയങ്കാലിലും അതുപോലെ തന്നെ ചട്ടഞ്ചാലിലും വലിയ തോതിൽ ഇത്തരത്തിൽ വിള്ളൽ രൂപപ്പെട്ടത്. അതോടൊപ്പം സർവീസ് റോഡ് ഇടിഞ്ഞു താഴുന്ന നിരവധി വാർത്തകൾ കഴിഞ്ഞ ഈ കാലവർഷ ആരംഭത്തിൽ തന്നെ റിപ്പോർട്ട് ചെയ്തു. ഏതായാലും മഴ ഒന്ന് തുടങ്ങിയത് മാത്രമേ ഉള്ളൂ, അപ്പോഴേക്കും റോഡുകൾ ഇത്തരത്തിൽ വലിയ അപകടാവസ്ഥയിലാവുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇതിനെതിരെ നാട്ടുകാർ വലിയ പ്രതിഷേധത്തിലാണ്. ഇന്ന് ജില്ലാ കളക്ടർ ഇത് സംബന്ധിച്ച് ഇവരുടെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ജില്ലാ കളക്ടറുടെ ഭാഗത്ത് നിന്ന് എന്ത് നടപടി ഉണ്ടാകുമെന്നാണ് നാട്ടുകാർ ഇപ്പോൾ കാത്തിരിക്കുന്നത്. ആര്യ, തീർച്ചയായും KV ബൈജു ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. പോക്സോ കേസ് പ്രതിയെ സ്കൂൾ പ്രവേശനോത്സവത്തിൽ പങ്കെടുപ്പിച്ച സംഭവത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിശദീകരണം തേടി. അടിയന്തരമായ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ തിരുവനന്തപുരം വിദ്യാഭ്യാസ ഉപഡയറക്ടർക്കാണ് നിർദ്ദേശം നൽകിയത്. തിരുവനന്തപുരം ഫോർട്ട് ഹൈസ്കൂളിലാണ് ബ്ലോഗർ മുകേഷ് എം നായരെ മുഖ്യാതിഥിയായി പങ്കെടുപ്പിച്ചത്. ഡാൻ കുര്യൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാൻ, ഒരു പോക്സോ കേസ് പ്രതിയെ ഈ വേദിയിലേക്ക് എത്തിച്ച് എന്ത് സന്ദേശമാണ് കുട്ടികൾക്ക് ഈ സ്കൂൾ അധികൃതർ നൽകിയിട്ടുള്ളത്? എന്താണ് സ്കൂൾ പറയുന്നത്? ആര്യ, ഇന്നലെ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ചടങ്ങുകളായിരുന്നു തലസ്ഥാനത്തെ എല്ലാ പ്രധാനപ്പെട്ട സ്കൂളുകളിലും നടന്നത്. അങ്ങനെയാണ് പടിഞ്ഞാറക്കോട്ടയിലുള്ള ഗവൺമെന്റ് ഫോർട്ട് ഹൈസ്കൂളിലും സമാനമായ തരത്തിൽ പ്രവേശനോത്സവം നടന്നത്. അവിടെ ഈ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണം ഉൾപ്പെടെ ഒരു സന്നദ്ധ സംഘടനയുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു. അങ്ങനെ സന്നദ്ധ സംഘടനയാണ് ഈ മുഖ്യ അതിഥിയായി ബ്ലോഗർ മുകേഷ് എം നായരെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചത് എന്നാണ് സ്കൂളിന്റെ അധികൃതർ, ഹെഡ്മാസ്റ്റർ ഉൾപ്പെടെയുള്ളവർ വിശദീകരിക്കുന്നത്. സ്കൂൾ കൗൺസിലറിനെ മാത്രമാണ്, സ്ഥലം കൗൺസിലറെ മാത്രമാണ് പരിപാടിയിലേക്ക് ക്ഷണിച്ചത്. പക്ഷേ ഈ പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു സന്നദ്ധ സംഘടന അവർക്ക് ഒരു മാധ്യമ ശ്രദ്ധ ലഭിക്കുന്നതിന് വേണ്ടി ഈ ബ്ലോഗറെ അവിടേക്ക് ക്ഷണിക്കുകയായിരുന്നു എന്നൊരു വിശദീകരണമാണ് സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. മാത്രവുമല്ല, ഈ മുകേഷ് എം നായരാണ് മുഖ്യാതിഥി എന്ന് സ്കൂളിലേക്ക് അദ്ദേഹം എത്തിയപ്പോൾ മാത്രമാണ് അറിഞ്ഞതെന്നും ഇങ്ങനെ ഒരു കേസ് മുകേഷിനെതിരെ നിലവിലുള്ള കാര്യം അറിയത്തില്ലായിരുന്നു എന്നൊക്കെയാണ് സ്കൂൾ അധികൃതർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇത് തെറ്റായ ഒരു സന്ദേശം നൽകുമെന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പ് അടിയന്തരമായ നടപടി അന്വേഷണത്തിന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെ ഉത്തരവിട്ടിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറോടാണ് വിഷയം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കോവളം പോലീസാണ് മുകേഷ് എം നായർക്കെതിരെ നേരത്തെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ വ്ലോഗ് ചെയ്യുന്ന ഒരു പരിപാടിയുടെ ഭാഗമായി ഒരു പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ അർദ്ധനഗ്ന ചിത്രങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. ഇഷ്ടമില്ലാത്ത വസ്ത്രങ്ങൾ ധരിക്കാൻ ഈ കുട്ടിയെ പ്രേരിപ്പിച്ചു, മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചുമത്തിക്കൊണ്ടായിരുന്നു മുകേഷ് എം നായർക്കെതിരെ ഈ കേസ് രജിസ്റ്റർ ചെയ്തത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചാണ് പിന്നീട് 2 ആഴ്ച മുമ്പ് മുകേഷ് എം നായർക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചത്. അതിനിടയിലാണ് ഈ പരിപാടിയിൽ മുകേഷ് എം നായർ പങ്കെടുത്തത് ഇപ്പോൾ വിവാദമായി മാറിയിരിക്കുന്നത്. തിരുവനന്തപുരം ഫോർട്ട് ഹൈസ്കൂളാണ് ബ്ലോഗർ മുകേഷ് എം നായർ, പോക്സോ കേസ് പ്രതി കൂടിയായ ബ്ലോഗറെ മുഖ്യാതിഥിയായി പ്രവേശനോത്സവത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. എന്തായാലും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്, വിശദീകരണം തേടിയിരിക്കുകയാണ്. എന്തായാലും 9 മണി വാർത്തകളുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശകലനങ്ങളും ന്യൂസ് ട്രെൻഡ്സിൽ പ്രേക്ഷകർക്ക് കാണാം. TG സജിത ചേരും. നമസ്കാരം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക്
ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ട്. അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്